ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നൊരു ചെറിയ വേദഭാഗം എല്ലാവരും ചേർന്നൊന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൻ്റെ 17 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചേർന്ന് വായിക്കും. എല്ലാവരും എടുത്തുകൊണ്ടാട്ട് യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 17 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് ഒരുമിച്ച് വായിക്കും. യേശു ലാസറിനെ ഉയർപ്പിച്ച ഒരു ഭാഗമാണത്. ഇന്ന് മരിച്ചവരുടെ ഉയർപ്പിന് വേണ്ടിയല്ല, പക്ഷെ മരിച്ചവരുടെ ഉയർപ്പ് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭ അത് അംഗീകരിക്കുന്നു. അത് സംഭവിച്ചിരിക്കും. ഇന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നവനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചൊന്ന് കാണേണ്ടതിന് വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 17 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. വല്ലപ്പോഴും നമ്മളങ്ങനെ ഒരുമിച്ച് വായിക്കുന്ന പതിവേ ഉള്ളൂ. ഇപ്പോഴും ബൈബിൾ അങ്ങനെ ഒരുമിച്ച് വായിക്കുന്ന പതിവിൽ അങ്ങനെ വായിക്കുമ്പോൾ മറ്റേ ചില ദൈവദാസന്മാർ ചെയ്യുന്നത് പോലെ ദൈവവചനത്തോടുള്ള ബഹുമാനാർത്ഥം നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ അധ്യായം മുഴുവൻ വായിച്ചാലോ എന്ന് ഓർത്തു, പക്ഷേ സമയം അങ്ങ് ഒരുപാട് എടുക്കുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത്. എവരിബഡി ഈസ് സ്റ്റാൻഡിങ്. ദോസ് ഹു ഹാവ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്, യു മേ റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ദോസ് ഹു ഹാവ് ഇൻ തമിഴ്, യു മേ കൈൻഡ്ലി റീഡ് ഇറ്റ് ഇൻ തമിഴ്, വാട്ട് എവർ ലാംഗ്വേജ് യു ഹാവ്. ആൻഡ് ദോസ് ഹു ആർ വാച്ചിങ് us with the different medias from around the globe, will you kindly take your Bibles and open with us, and we are going to read John 11:17 through 44. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബെഥാന്യ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരിക്കുകയായിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോടെ എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിൻ്റെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. തൻ്റെ സഹോദരനായി മറിയയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റു അവൻ്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റു പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചതെവിടെ എന്ന് ചോദിച്ചു. കർത്താവേ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ, കുരുടൻ്റെ കണ്ണു തുറന്നവനായി അവനെ മരിക്കാതെയാക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറെ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈയും കാലും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവളോട് പറഞ്ഞു. മതി, ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാലും ഈ വചനം കൊണ്ട് കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇതിനകത്ത് ഒരു ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ മരിച്ചു കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ലാസറിനെ യേശു ഉയർപ്പിച്ച അതിപ്രധാനമായ ഒരു രംഗം കാണാം. ഒരുപക്ഷെ യേശു ഈ മണ്ണിൽ ചെയ്തിട്ടുള്ള വലിയ അത്ഭുതങ്ങളിൽ മനുഷ്യ സഹജമായി ചിന്തിച്ചാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്. യേശു ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ അല്ലെങ്കിൽ അത്ഭുതമെന്ന് പറയാം, വീര്യപ്രവൃത്തി എന്ന് പറയാം, ആത്മാവിൽ മരിച്ചവരെ ക്രിസ്തുവിൽ ഉയർപ്പിക്കുന്നതാണ്. ഇന്ന് അത് ഭാഗികമായി ചെയ്തു. കാരണം ലാസറിനെ ഉയർപ്പിച്ചതിനേക്കാൾ അതിൻ്റെ പ്രത്യേകത, ലാസർ ഒരൊറ്റ വ്യക്തിത്വം മാത്രമേ അന്ന് ഉയർത്തു വന്നുള്ളൂ. പക്ഷേ ആത്മാവിൻ്റെ രക്ഷയിൽ ആത്മാവിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് ജനകോടികളെയാണ് ഉയർപ്പിക്കുന്നത്.
നമുക്കറിയാം ആ ജനകോടികൾ ഒരുമിച്ച് ഇനി ഒരു ദിവസം അക്ഷരീയമായ ഉയർപ്പിന് വിധേയരാകും. അതുകൊണ്ടാണ് അതൊരു ചെറിയ അടയാളം, പക്ഷേ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കണ്ടതിനനുസരിച്ച് ഒരു വലിയ അടയാളം എന്ന് പറഞ്ഞത്. നാറ്റം വെച്ച് തുടങ്ങിയ സാഹചര്യത്തിൽ ഇറങ്ങി വന്നവനായി യേശു, 4 ദിവസം കഴിഞ്ഞ ശേഷം ഇറങ്ങി വന്നവനായി യേശു. ചിലപ്പോൾ യേശു താമസിച്ച് വരാറുണ്ട്, പക്ഷെ വന്നാൽ ചെയ്യേണ്ടത് ചെയ്തിരിക്കും. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു വന്നാൽ വന്നിരിക്കും, ചെയ്യേണ്ടത് ചെയ്തേ പോകത്തുള്ളൂ. ഒരിക്കൽ തണ്ടു വലിച്ച് കുഴഞ്ഞ ശിഷ്യന്മാർ രാത്രിയുടെ 4-ാം യാമമൊക്കെ ആയപ്പോഴത്തേക്കും ജീവനോടിരിക്കുമെന്ന ആശ നഷ്ടപ്പെട്ട് മരണത്തിൻ്റെ വക്രത്തിലേക്ക് കുതിച്ചു പോകുന്നു എന്ന് കരുതിക്കൊണ്ട് പോകുമ്പോൾ തേണ്ട വരുന്ന ഒരുത്തൻ രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിൻ്റെ മേൽ, തിരമാലകളുടെ മേൽ ചവിട്ടി വരുന്ന ഒരു വരവ് കാണാം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലെ കുഴഞ്ഞ ചിലതിനെ തിരികെ എഴുന്നേൽപ്പിക്കേണ്ടതിന് വേണ്ടി വരുന്നവനായ ഒരു ദൈവമുണ്ട്. നമുക്കെതിരെ ഉയരുന്ന തിരമാലകളുടെ വലിപ്പം എന്തായാലും അതിൻ്റെ മുകളിൽ ചവിട്ടുവാൻ കഴിയുന്ന അത്യുന്നതൻ ഇന്ന് പകൽ അടുത്തു വരുമെന്ന് വിശ്വസിക്കുക. കേവലം ലാസറിനെ ഉയർപ്പിക്കുവാൻ 4-ാം നാൾ മാത്രമല്ല വന്നത്. കുഴഞ്ഞുപോയ ശിഷ്യന്മാർ മരിക്കുന്നതിന് മുന്നമേ അവർക്കെതിരെയുള്ള തിരമാലകളെ ശാസിക്കേണ്ടതിന്, അവരെ വിഴുങ്ങുവാൻ എഴുന്നേറ്റ കടലിനെ ശാസിക്കേണ്ടതിന് നടന്നു വന്നവനായിരുന്നു ഈ യേശു. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നില്ല, തൻ്റെ കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു വരുന്ന ചരിത്രം കാണാം. അന്ന് കാനാവിലെ കല്യാണ വിരുന്ന് ആ വീട്ടുകാർ ആകപ്പാടെ ദുഃഖത്തിലായി, ലജ്ജയിലായി. മാന്യരായ അതിഥികളെ വിളിച്ചുകൂട്ടി നാട്ടുനടപ്പനുസരിച്ച് അവർക്ക് യോഗ്യമായി വിളമ്പേണ്ട വീഞ്ഞ് പെട്ടെന്നാണ് തീർന്നു പോയത്. അപ്രതീക്ഷിതമായ ഒരു സ്ഥാനത്ത് മാന്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് പകൽ ജീവിക്കുന്ന ദൈവപൈതലെ താങ്കളെ വിടുവിക്കേണ്ടതിന് യേശു വന്നിട്ടുണ്ട്. യേശു വന്നാൽ ചെയ്യാതെ പോകത്തില്ല. മാത്രമല്ല, വിരുന്നുകാരായി അന്ന് അവിടെ വന്നവർ ഇച്ഛാഭംഗത്തോടുകൂടെ ഇരിക്കുകയാണ്. പ്രതീക്ഷയോടുകൂടെ വന്നിട്ട് ഒന്നും സംഭവിക്കാത്തതിനാൽ ഇച്ഛാഭംഗത്തോടുകൂടെ ഇരിക്കുന്ന ചിലതിനെ തൊടുവാൻ യേശുവിന് കഴിയും. ഇന്ന് കർത്താവ് അത് ചെയ്യട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 38-39 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, സത്യത്തിൽ എനിക്ക് വായിക്കാൻ താല്പര്യമുള്ളതായിരുന്നെങ്കിലും ഞാൻ വായിക്കാതെ വിടുകയാ, കാര്യം സമയത്തിന്റെ പരിമിതി സൂക്ഷിക്കേണ്ടതിന്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 38-39 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, പത്രോസിന്റെ അമ്മാവിയമ്മ കഠിന ജ്വരം പിടിച്ച് വലഞ്ഞ്, രോഗത്താൽ വലഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ, അപ്പത് മറക്കരുത്, ഞാനത് പറഞ്ഞു വിടുന്നത് മാത്രമേ ഉള്ളൂ. പത്രോസിന്റെ അമ്മാവിയമ്മ കഠിന ജ്വരം പിടിച്ച്, ഒരു സാധാരണ രോഗമല്ല, ഒരു കഠിന രോഗം പിടിച്ചു. മാത്രമല്ല അവൾ വലഞ്ഞു. ഒത്തിരി നാളായി ഇത് തുടരുകയായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഉയരുകയായിരിക്കാം. വലഞ്ഞു പോയി ഒരു കേസിൽ സൗഖ്യമാക്കുവാൻ യേശു അടുത്തു വന്നു. എന്തുവാ ചെയ്തതെന്നറിയാമോ? കുനിഞ്ഞ് അവളെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞ് എഴുന്നേറ്റു. അവിടെ കൊണ്ട് തീർന്നു. സൗഖ്യമാക്കുന്ന ഒരു വ്യാപാര ശക്തി. അവൾ എഴുന്നേറ്റു, യേശുവിനെ ശുശ്രൂഷിച്ചു എന്ന് തിരുവചനത്തിൽ കാണുന്നു. ഇന്ന് പകൽ വലഞ്ഞു കിടക്കുന്ന ചില കഠിന ജ്വരങ്ങൾ, വലഞ്ഞു കിടക്കുന്ന ചില മാരക രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുവാൻ സ്വർഗമൊന്ന് കുനിഞ്ഞാൽ മതി, അതിലധികം ഒന്നും വേണ്ട. പക്ഷേ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ വേണം. എഴുന്നേറ്റാൽ ഞാൻ അവനെ ശുശ്രൂഷിക്കും, എഴുന്നേറ്റാൽ ഞാൻ അവനെ ശുശ്രൂഷിക്കും. എഴുന്നേൽക്കും, ശുശ്രൂഷിക്കും. അതിനൊരു ഇമ്മീഡിയറ്റ് റിയാക്ഷനാണത്. ലൂക്കോസിന്റെ സുവിശേഷം 8:25 കാറ്റും കടലും വലഞ്ഞ സാഹചര്യത്തെ കാണാം. കാറ്റുകൊണ്ട് വലഞ്ഞ ശിഷ്യന്മാർ. ഞാൻ വലഞ്ഞതെന്ന പദത്തിലാണ് 2-3 ഇറങ്ങിയത്. വലഞ്ഞുപോയ ശിഷ്യന്മാർ ഒത്തിരി നേരം തുഴഞ്ഞു നോക്കി, രക്ഷപ്പെടുന്നില്ല. കാറ്റുകൊണ്ട് വലഞ്ഞുപോയ ശിഷ്യന്മാർ. യേശുവാണ് പടകിനകത്തുണ്ട്, തലവണ വെച്ച് ഉറങ്ങുക. മുമ്പേ ഞാൻ പറഞ്ഞ സാഹചര്യത്തിൽ, തിരമാലകളുടെ മേൽ യേശു നടന്നു വരുന്ന സാഹചര്യത്തിൽ 4-ാം യാമമായപ്പോൾ യേശു പടകിനകത്തില്ലായിരുന്നു, യേശു വെളിയിലായിരുന്നു. യേശു അവരുടെ വിളി കേട്ടല്ല വന്നത്, അവരുടെ വിവരം സ്വയം അറിഞ്ഞു വന്നതാണ്. പക്ഷെ ഈ സാഹചര്യത്തിൽ യേശു പടകിനകത്തുണ്ട്, അമരത്ത് തലയണ വെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ഒരു പടകിൻ്റെ അമരമെന്ന് പറയുന്നത് അതിനെ നിയന്ത്രിക്കേണ്ടവനാണ്, അല്ലെങ്കിൽ പടകിൻ്റെ ഗതിയെ നിയന്ത്രിക്കേണ്ടവനാണ് അമരത്ത് കയറേണ്ടത്. യേശു അമരത്ത് കയറി, നിയന്ത്രിക്കേണ്ടവൻ തലയണ വെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ഭയങ്കര കൊടുങ്കാറ്റടിച്ചു. ആകപ്പാടെ കൊടുങ്കാറ്റിൽ തിരകളാൽ അവർ വലഞ്ഞു. ശ്രമിക്കാവുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചു. നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ അവർ ചെന്ന് ഗുരുവിനെ ഒന്ന് ഉണർത്തി. എന്തോ ഒന്ന് ഗുരു ഒന്ന് എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാസിച്ചു. അത് അമർന്ന ശേഷം ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും വിശ്വാസമില്ലേ? നിങ്ങൾക്കൊരല്പം കൂടെയൊക്കെ വിശ്വാസം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ഈ ഭാഗങ്ങളിലേക്ക് ദൈവം അനുവദിച്ചാൽ ഇന്ന് തന്നെ മടങ്ങി വരും. നമുക്കൊന്ന് നോക്കാം. യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വരുമ്പോൾ, നഷ്ടപ്പെട്ട സമയത്തെ വീണ്ടെടുത്ത് തരേണ്ടതിന് ഞാൻ വരും.
ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും ഇതൊക്കെ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ പകരം തരും. എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾക്ക് ഞാൻ പകരം തരുമെന്ന് പറഞ്ഞുകൊണ്ട്, താൻ പകരം തരുമെന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വരുന്നവനായി യേശുവിനെ ഒന്ന് കാണുവാൻ ഇന്ന് കർത്താവ് നമുക്ക് കൃപ തരട്ടെ. പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്നവനായ ദൈവപുത്രൻ ഇന്ന് നമ്മുടെ നടുവിൽ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് എടുക്കാൻ പോകുന്ന മെസ്സേജിന് അല്ലെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ച സന്ദേശത്തിനും ഒരു ഹെഡിങ് കൊടുക്കുന്നെങ്കിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ ഇറങ്ങി വരുന്നവനായ യേശു, വിടുവിക്കേണ്ടതിന് വേണ്ടി ഇറങ്ങി വരുന്നവനായ യേശു എന്നിത്യാദിയുള്ള പേരുകൾ അതിന് കൊടുക്കുവാൻ കഴിയും. തൻ്റെ യേശുവിൻ്റെ ശിഷ്യന്മാർ പടകിനകത്തുണ്ട്, യേശുവും പടകിനകത്തുണ്ട്. ഈ സാഹചര്യത്തിൽ യേശു കിടന്ന് ഉറങ്ങുകയാണ്. കർത്താവായ യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ പിതാവായ ദൈവത്തെക്കുറിച്ച്, യഹോവയായ ദൈവത്തെക്കുറിച്ച് പഴയ നിയമം ചിത്രീകരിക്കുന്ന ചില ചിത്രീകരണങ്ങളിൽ ഒന്നിതാണ്, യഹോവേ കേവലം ഒരു രാത്രിയിൽ മാത്രം രാപാർക്കുവാൻ വന്ന വഴിപോക്കനെ പോലെയും ഭ്രമിച്ചുപോയ വീരനെ പോലെയും നീ ഞങ്ങൾക്കായിരിക്കുന്നത് എന്താണ്? ദൈവം നമ്മുടെ നടുവിൽ ഉള്ളപ്പോൾ തന്നെ ഇവിടെ ശിഷ്യന്മാരുടെ കൂടെ യേശു ഉണ്ട്, അമരത്ത് തന്നെ ഉണ്ട്. തലവണ വെച്ച് ഉറങ്ങുക എന്ന് മാത്രം, നിയന്ത്രണം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് ആ പദം ചിലരോടൊക്കെ പരിശുദ്ധമാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിയന്ത്രണം ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പടകിൻ്റെ അമരത്തേക്ക് കയറിയവൻ ഉറങ്ങിയതുപോലെ തോന്നുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വലഞ്ഞല്ലോ. ഒരിക്കലൊരു ഒരു കർത്തൃഭക്തൻ ഇങ്ങനെ പാടിയായിരുന്നു, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ്റെ നടുവിൽ നിന്റെ വിളി കേട്ട് പിൻവരുവാൻ. ഒരിക്കൽ കർത്താവിൻ്റെ വിളി കേട്ടുകൊണ്ട് സമുദ്രത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങിയ, ലോകസാഗരത്തിന്റെ നടുവിലേക്ക് ഇറങ്ങിയ, പ്രശ്നങ്ങളാൽ വലഞ്ഞുപോയ, തിരകളാൽ വലഞ്ഞുപോയ ദൈവഭക്തന്മാർ ഇതിന്റെ നടുവിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി, ഇന്ന് പകൽ ഉറങ്ങുന്നവനായ യേശുവിനെ വിളിച്ചുണർത്തുന്ന ഒറ്റ കടമ മാത്രമേ നിങ്ങൾക്കുള്ളൂ. യേശുവിൻ്റെ പടകിൽ ഉണ്ടെങ്കിൽ അനർത്ഥം സംഭവിക്കരുത്, സംഭവിക്കയില്ല. പക്ഷെ തേണ്ട ഇവർക്ക് അനർത്ഥം സംഭവിക്കുന്നു, ഇവർ തിരകളാൽ വലഞ്ഞു കഴിഞ്ഞു. പലരും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ യേശു ഇല്ലേ? ഉണ്ട്. പക്ഷെ യേശു ഇന്ന് ഇരിക്കുന്ന സാഹചര്യം എങ്ങനെയാണ്? പ്രവർത്തിപ്പാൻ കഴിയാത്ത ഭ്രമിച്ചുപോയ വീരനെ പോലെ നീ ഞങ്ങളുടെ നടുവിലായിപ്പോയി. ഞാൻ ആളൊരുവൻ വീരനായിരുന്നു, വീരനായ ഒരുവൻ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ആകപ്പാടെ ഭയന്നു പോയി, സമതല തെറ്റിപ്പോയി. ഇന്ന് അവൻ്റെ വീര്യമൊന്നും പ്രവർത്തിക്കുന്നില്ല. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ഇന്നായിരിക്കുന്നത് എങ്ങനെയാണ്? ഭ്രമിച്ചുപോയ വീരനെ പോലെ. എങ്കിലും നീ ഞങ്ങളുടെ നടുവിലുണ്ട്. 2, ഒരു രാത്രിയിൽ മാത്രം രാപാർക്കുവാൻ വന്ന വഴിപോക്കനെ പോലെ. ഞാൻ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് ഒരു രാത്രിയിൽ താമസിക്കാൻ അവരെന്നെ അനുവദിച്ചാൽ ഞാൻ അവരുടെ വീട്ടുകാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. ഒരു കാലത്ത് ഞാൻ ഇടപെടത്തില്ല. പകരം ഞാൻ എൻ്റെ വീട്ടിൽ പാർക്കുമെങ്കിൽ, സ്ഥിരമായി അവിടെ പാർക്കുമെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് എൻ്റെ ചുമതലയാ. യഹോവേ, അങ്ങ് ദേശത്തൊരു വഴിപോക്കനെ പോലെ, ഒരു രാത്രിയിൽ മാത്രം വ്യാപാർക്കുവാൻ വന്ന വഴിപോക്കനെ പോലെ ഞങ്ങളുടെ നടുവിൽ ഉണ്ടെങ്കിലും അങ്ങ് ഞങ്ങളുടെ കാര്യം നോക്കുന്നില്ല. ഇവിടത്തെ പടകിൽ ഭ്രമിച്ചുപോയ വീരനെ പോലെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങയ്ക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച് യേശുവിനെ ഉണർത്തി. യേശു ഒന്ന് ഉണർന്നു. ഈ പകൽ നമ്മുടെ നടുവിലുള്ളവനായി യേശു, നമ്മിൽ ചിലരെ കൂടെ തൊടുവാൻ ആഗ്രഹിക്കുന്ന യേശു ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരുമിച്ച് വിളിക്കാൻ പോകുകയാ. യേശു ഉണരും. ഇതുവരെ അലറിയ കടലേ കഴിഞ്ഞു, നീ ശാന്തമാകാൻ പോകുകയാ. കടലിനെ ഇളക്കി വിട്ട പിശാചേ, ദുഷ്ടകാറ്റേ, നീ ശാന്തമാകാൻ പോകുകയാ. കാര്യം കൽപ്പിക്കുവാൻ അർഹതയുള്ളവൻ എന്റെ പടകിലുണ്ട്, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുകയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ പറഞ്ഞു, കൽപ്പിക്കുവാൻ അധികാരമുള്ളവൻ എന്റെ പടകിലുണ്ട്. ആവർത്തിക്കാൻ പോകുക, കൽപ്പിക്കുവാൻ അധികാരമുള്ളവൻ എന്റെ ജീവിത പടകിലുണ്ട്. ആകയാൽ കാറ്റേ അടങ്ങുക. അനേക വ്യക്തികൾക്ക് വിരോധമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന, സമുദ്രത്തെ ഇളക്കി വിടുന്ന ചില കാറ്റുകളോട് ഇന്ന് പകൽ ഈ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇളകി ഉയർന്ന കാറ്റ് അടങ്ങ്. കടൽ ശാന്തമാകട്ടെ. ഒരു ശാന്തത വന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, തിരുവചനം പറയുന്നു, വലിയ ശാന്തത വന്നു. ഇവരെല്ലാം കൂടെ ചേർന്നൊരു ചോദ്യം ചോദിച്ചു, ഇവൻ ആര്? ഈ തലവണയും വെച്ച് ഇവിടെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഇവൻ ഇത്രയും കഴിവുള്ളവനാണ് ഞങ്ങൾ കരുതിയില്ല. ഇതുവരെ എന്റെ ജീവിതത്തെ നടത്തിയവർ ആരാണെന്ന് അറിഞ്ഞില്ല. ഇപ്പോൾ ഒരുപടി മനസ്സിലായി. കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു. ഇവൻ ആര്? ഇവൻ കാറ്റിനെ തന്റെ തേരാക്കി ഓടിക്കുന്നവനാ, അഗ്നിജ്വാലയെ തന്റെ വാഹനമാക്കുന്നവനാ. ഇവൻ ആരാണെന്ന് അറിയാമോ? ആകാശത്തിന്റെ പരിമാണം എടുക്കുന്നവനാ, യുഗങ്ങളുടെ പിതാവാ, പ്രപഞ്ച സൃഷ്ടാവാ. ഇന്ന് മകൾ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തു.
ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഞാൻ പ്രസംഗത്തിൽ വിശ്വസിക്കുന്നില്ല, മെസ്സേജിൽ വിശ്വസിക്കുന്നു. മാത്രമല്ല വചന ശുശ്രൂഷയിൽ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ വചനം നമ്മെ ശുശ്രൂഷിക്കട്ടെ. ഇന്ന് പകൽ പിശാചിന്റെ പ്രവൃത്തികൾക്കപ്പുറത്ത് എഴുന്നേൽക്കുവാൻ കഴിയുന്നവൻ എൻ്റെ ജീവിതത്തിൽ ഒന്ന് എഴുന്നേൽക്കട്ടെ. ഞാൻ യേശുവുമായി ഉഭയസമ്മതം ചെയ്ത അന്ന് മുതൽ യേശു എൻ്റെ പടകിൽ ഉണ്ട് 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 ഉണ്ട്. ഞാനൊന്ന് ഉണർത്തുകയാ, ഇന്ന് ഈ കടൽ ശാന്തമാകേണ്ടത്. യോവേലിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ നഷ്ടമായ സമയം, 3 കൊല്ലം പഠിച്ചു, 2 കൊല്ലം തോറ്റുപോയി. എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സമയങ്ങൾ കഴിഞ്ഞുപോയി. വിവാഹത്തിൻ്റെ പ്രായം കഴിഞ്ഞു, ഒന്നും നടക്കുന്നില്ല. നഷ്ടപ്പെട്ടു പോയ ചിലത്, ജോലി കിട്ടാൻ ഇനി സാധ്യതയില്ല, ഏജ് കഴിഞ്ഞുപോയി. എൻ്റെ നല്ല പ്രായത്തിൽ എനിക്ക് സാധിക്കാതെ പോയി. അന്ന് ഞാൻ ലോകത്തിൻ്റെ പുറകെ ഓടി ദൈവത്തെ അറിയുവാൻ സാധിച്ചില്ല. എൻ്റെ ആരോഗ്യം പിശാച് കൊണ്ടുപോയി. ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ എനിക്ക് കഴിഞ്ഞില്ല. സമയം നഷ്ടമായി എന്നുള്ളവരോട് യോവേലിന്റെ പ്രവചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവാത്മാവിൽ ഓർമ്മിപ്പിക്കട്ടെ, ഞാൻ മടക്കിത്തരും. സമയം മടക്കിത്തരാൻ കഴിയുന്നത് സമയത്തിൻ്റെ യജമാനം മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവൻ വേറെ ആരുമില്ല. നഷ്ടപ്പെട്ട ദിവസങ്ങൾ പോയി, പക്ഷേ എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. ഹല്ലേലൂയ. എ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ ഒരു മെസ്സേജ് എടുത്തത് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വരുന്നു. എ ന്യൂ വേൾഡ് ഓർഡർ. ലോകത്തിൻ്റെ ഓർഡറിൻ പ്രകാരം എല്ലാം പഴയതാകും. ദൈവത്തിൻ്റെ ഓർഡർ അറിയാമോ? ഞാൻ സകലതും പുതുതാക്കും. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ഓർഡറിൻ പ്രകാരം യൗവനം നഷ്ടമായി പോകും, അത് എന്നേക്കും നിൽക്കയില്ല. തിരുമേനിയുടെ ഓർഡറിൻ പ്രകാരം എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. ഹല്ലേലൂയ. എ ന്യൂ വേൾഡ് ഓർഡർ. ദൈവത്തിൻ്റെ ഓർഡർ ലോകത്തിൻ്റെ ഓർഡറിൽ നിന്ന് വ്യത്യസ്തമാണ്. കാര്യം നിയമചക്രങ്ങളെ പിടിച്ചളക്കുവാൻ കഴിയുന്നവൻ, പ്രമാണങ്ങളെ തിരിച്ചിടുവാൻ കഴിയുന്നവൻ എൻ്റെ ദൈവമാകയാൽ, ഇന്ന് പകൽ താൻ എൻ്റെ ദൈവമാകയാൽ എനിക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ഞാൻ തന്നെ ഒന്ന് ഉണർത്താൻ പോകുകയാ. ഇന്നത്തെ സഭായോഗം ദൈവത്തെ ഒന്നുകൂടെ ഉണർത്തുന്ന ഒരു സഭായോഗമായി മാറട്ടെ. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 11:28 നമ്മൾ വായിച്ചതാണ്. തന്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. സാഹചര്യം നമുക്ക് നന്നായി അറിയാം. ചില വർഷങ്ങൾക്ക് മുമ്പേ ഇതേ സ്റ്റേജിൽ ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം പ്രസംഗിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ സ്നേഹിതനായിരുന്ന ലാസർ താൻ അസ്വസ്ഥനായി, അസുഖമായി കിടക്കുന്നു, രോഗിയായി കിടക്കുന്നുവെന്ന് തൻ്റെ സഹോദരിമാർ യേശുവിൻ്റെ അടുക്കൽ വർത്തമാനം പറഞ്ഞയച്ചു. ആ ലാസറിനെ കുറിച്ച് ബെഥാന്യയിലെ ലാസർ എന്നൊരു പദപ്രയോഗമുണ്ട്. ഒരുപാട് പേര് ഡയറക്റ്റ് റോൺ ചാൾസിൽ നിന്നും ഈ ആശയങ്ങൾ കേട്ടതാ. അദ്ദേഹത്തിൽ നിന്ന് മാത്രമാണ് ഞാനും കേട്ടത്. ആ ഭാഗത്തോട്ട് ഒന്നുകൂടെ തൊടാം. അന്ന് റോൺ ചാൾസ് പ്രസംഗിക്കുമ്പോൾ കേൾക്കുവാൻ പദവി ലഭിക്കാഞ്ഞവർ ഇന്നിവിടെ പലരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊന്ന് ആവർത്തിക്കാം. എന്തുകൊണ്ടാണ് ബെഥാന്യയിലെ ലാസർ എന്ന പദം എടുത്തു പറഞ്ഞത്? ബെഥാന്യയുടെ സംസ്കാരം ഇസ്രയേലിലെ ബാക്കിയുള്ള ദേശങ്ങളിലെ സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ബെഥാന്യയിലെ സംസ്കാരത്തിൽ ഒരു വ്യക്തി മരിച്ചാൽ ആദ്യമേ തൻ്റെ ശരീരം എംബാം ചെയ്യും. തൻ്റെ കുടല്, ചങ്ക്, കരള്, അകത്ത് എളുപ്പം അഴുകിപ്പോകുന്ന ഭാഗങ്ങൾ മുഴുവനും എടുത്തു കളയും, എംബാം ചെയ്യും. തുടർന്ന് അവിടേക്ക് രാസപദാർത്ഥങ്ങൾ ചേർത്ത് ശവം അഴുകിപ്പോകാതെ മമ്മികളായി സൂക്ഷിക്കുവാൻ ആവശ്യമുള്ള രാസവസ്തുക്കൾ ചേർത്ത് കുത്തിക്കെട്ടും. ഇങ്ങനെ ക്രമീകരിച്ച ശവമാണ് തൻ്റെ ബെഥാന്യയിൽ അടക്കാറുള്ളത്. ബെഥാന്യയിലെ ലാസർ അദ്ദേഹം മരിച്ചാൽ അടുത്ത് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചത്, തൻ്റെ ശരീരം എംബാം ചെയ്തു. അകത്തുണ്ടായിരുന്നതൊക്കെ എടുത്തു കളഞ്ഞു. പകരം ഇനി ജീവിക്കത്തില്ല. അതുകൊണ്ട് കുറെ കാലം കൂടെ തൻ്റെ ശരീരം പ്രിസർവ് ചെയ്യേണ്ടതിന് ആവശ്യമായ കെമിക്കൽസ് ചേർത്ത് വയറ് തിരികെ കുത്തിക്കെട്ടി കൊണ്ട് അടക്കി ഒരു കല്ലും പിടിച്ചു വെച്ചു. ബെഥാന്യയിലെ ലാസർ എന്ന വാക്ക് അതുകൊണ്ടാണ് ബൈബിളിൽ ഉപയോഗിച്ചത്. ഉയർപ്പിക്കുവാൻ കഴിയുന്നവന് ഒരു പുതിയ ചങ്കും കരലും വിഷയമല്ല. ശരീരത്തിന്റെ നഷ്ടപ്പെട്ട അവയവങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവത്തെ ഈ സഭയ്ക്ക് പുതുമയല്ല, നമുക്ക് അറിയാവുന്നതാ. ഇല്ലാതിരുന്ന അവയവങ്ങളെ സൃഷ്ടിച്ച ദൈവം മരിച്ചു കിടക്കുന്ന ലാസറിന് ഉയർപ്പിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ഒരു കരളും ചങ്കുമൊന്നും തമ്പുരാൻ ഒരു വിഷയമല്ല. ഇന്ന് പകൽ സൃഷ്ടികളുടെ പിതാവാണ് അവിടേക്ക് അടുത്തു വന്നത്. അവർ ലാസറിന്റെ ശരീരം ഒരു മമ്മിയാക്കി അത് പ്രിസർവ് ചെയ്ത ശേഷം കൊണ്ടുവച്ചു. ഞാൻ ഒരിക്കലും ഇവിടെ പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ഏറ്റവും ഒടുവിലായി അവർ ഗുഹയുടെ മുമ്പിൽ ഒരു കല്ലുരുട്ടി വെച്ചു. ബിഷപ്പ് ടി.ഡി. ജെയ്ക്സ് എടുത്ത ഒരു വാക്കിനെ ആസ്പദിച്ചാണ് ഞാൻ അന്നത് ഇവിടെ എടുത്തു പറഞ്ഞത്. കല്ലുരുട്ടി വെക്കുക എന്നത് ഇറ്റ് ഈസ് ദ ഫൈനൽ സേ. ഏറ്റവും ഒടുവിലത്തെ ക്രിയയാ. ഇനി ഒരിക്കലും എഴുന്നേൽക്കയില്ല, ഇനി ഒരിക്കലും തിരികെ വരികയില്ല. ഈ ശരീരം കുറെ നാളോടെ ഇരിക്കേണ്ടതിന് എംബാം ചെയ്തു, കല്ലറയുടെ അകത്ത് കൊണ്ടുവച്ചു. ദ ഫൈനൽ സേ, കല്ലും ഉരുട്ടി വെച്ചു. ദുഃഖത്തോടും നിരാശയോടും കൂടെ സഹോദരിമാർ മടങ്ങി വന്നു.
യേശുവിനെ പള്ളു പറഞ്ഞു കാണാം, നല്ല കാലത്ത് തിന്നാൻ ഇവൻ വരുമായിരുന്നു. അവനെ ഞങ്ങൾ നന്നായി ശുശ്രൂഷിച്ചതാണ്, പള്ളു പറഞ്ഞ് കാണാം, അല്ലെങ്കിൽ പിറുപിറുത്ത് കാണാം. അവരൊക്കെ വീട്ടിലിരുന്ന് ഇത് ചെയ്യുമ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് യേശു ദൂരെ ഇരിക്കുകയാ. ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ കാറ്റസ് ഇല്ലാതെ അങ്ങോട്ട് പോകുവാൻ നോക്കാതിരുന്നവനായി യേശു 2 ദിവസം കഴിഞ്ഞ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനായ ലാസർ നിദ്ര കൊള്ളുന്നു. തെളിച്ചും തുറന്നും പറഞ്ഞു. ഞാൻ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ സമ്മറിയാണ് നിങ്ങളുടെ മുമ്പിൽ ദൈവം തരുന്ന ആലോചനയോട് ചേർത്ത് വെക്കുന്നത്. നമ്മുടെ സഹോദരനായ ലാസർ നിദ്ര കൊള്ളുന്നു. അപ്പോഴത്തേക്ക് ശിഷ്യന്മാർ സജഷനൊക്കെ പറഞ്ഞു. അങ്ങനെയല്ലേ, ഞാനും പലപ്പോഴും കയറി സജഷനൊക്കെ പറയാറുണ്ട്. എങ്കിൽ കുറവായതാ കേട്ടോ. നില്ലടാ, എന്നോട് സജഷൻ പറയാതെ നമ്മുടെ സഹോദരനായ ലാസർ മരിച്ചു പോയടാ, വാ നമുക്കും കൂടെ അങ്ങോട്ട് പോവാം. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ പറഞ്ഞ്, കർത്താവേ, പണ്ട് തന്നെ അവിടെ യെരൂശലേമിൽ കല്ലെറിയാൻ അവർ റെഡിയായി നിൽക്കുക, ഞങ്ങളെ ഏറുകൊള്ളിക്കാൻ കൊണ്ടുപോകാനാ? യേശു പറഞ്ഞ്, നിർത്ത്, ഞാൻ ആരാന്ന് എനിക്കറിയാം. ഞാൻ വന്നത് കല്ലേറ് കൊണ്ട് ചാകാനല്ല, ഞാൻ വന്നത് ക്രൂശേ മരിക്കാനാ. അതൊന്നും ഇവനെ കൊണ്ട് ഇപ്പം നടക്കുകയില്ല, എൻ്റെ സമയമായില്ല. യേശുവോട് ഉപയോഗിച്ചൊരു പദപ്രയോഗം കേൾക്കണോ? പകലിന് 12 മണിക്കൂറുണ്ട്. ആ 12 മണിക്കൂർ വെളിച്ചത്തിൽ അവന് നടക്കുവാൻ കഴിയും. എൻ്റെ സമയം വന്നിട്ടില്ല. ഇന്ന് പകൽ ഒരു കാര്യം കൂടെ പരിശുദ്ധാത്മാവ് ആരെയൊക്കെ ഓർപ്പിക്കുന്നു. സമയം വരുന്നതിന് മുന്നമേ ഒന്നും ചെയ്യാൻ ആരെ കൊണ്ട് ഒക്കത്തില്ല. കല്ലെടുത്തവന്റെ കയ്യിൽ കല്ലിരിക്കും. സമയം വരുന്നതിന് മുന്നമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. വരിക, നമുക്ക് അവിടേക്ക് പോകാം. മറ്റൊരു ശിഷ്യൻ ചാടിക്കേറി പറഞ്ഞു, ശരി, ലാസറിന്റെ കൂടെ മരിക്കാൻ നമുക്കും പോകാം. മോനെ, മരിക്കാൻ അല്ലടാ പോകുന്നത്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാ. ഞാൻ പോകുന്നത് മരിക്കാനല്ല, ഞാൻ പോകുന്നത് ഉയർപ്പിക്കാനാ. ലാസറിനോട് കൂടെ മരിക്കുവാനല്ല, അത് യേശുവിനറിയാം. ഇന്ന് പകൽ യേശു അടുത്തു വരുന്നത് നിങ്ങളുടെ കൂടെ കരയാനല്ല, കരയുന്ന നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാനാ. ഞാൻ മരിക്കാനല്ല പോകുന്നത്. പക്ഷെ ശിഷ്യന്മാർ കയറി പറയുകയാണ്, അവനോട് കൂടെ മരിക്കുവാൻ നമുക്കും പോകാം. നോ, ഞാൻ മരിക്കാനല്ല പോകുന്നത്. ഒരിക്കൽ പോൾ യോങ്കുച്ചോവ് അവർ പറഞ്ഞത്, എനിക്ക് പത്രോസിന്റെ വാചകങ്ങൾ പറയാമെങ്കിൽ പോൾ യോങ്കുച്ചോവിന്റെ വാചകങ്ങളുടെ ചേർത്താൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം ഉപയോഗിച്ച മനുഷ്യരെ എനിക്ക് ഭയങ്കര താല്പര്യം. ദൈവം ഉപയോഗിച്ച മനുഷ്യരെ കുറിച്ച് അറിയുന്നത് എനിക്ക് ഒത്തിരി നന്ദിയാണ്, ദൈവത്തോടുള്ള നന്ദിയാണ്. കാര്യം, ഉപയോഗപ്പെടാത്തതിനേക്കാൾ ഉപയോഗപ്പെടുന്നതിനെ കുറിച്ച് അറിയുന്നത് ഉപയോഗപ്പെടുവാൻ ആഗ്രഹമുള്ളവർക്ക് പ്രയോജനമായിരിക്കും, നന്മയായിരിക്കും. ഞാൻ മുന്നോട്ട് വരട്ടെ. യോങ്കുച്ചോവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, മരിക്കാൻ തുടങ്ങുന്ന ഒരു രോഗിയെ ചെന്ന് കണ്ടേച്ച് പറയുകയാ. തൻ്റെ 4th ഡയമെൻഷൻ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കൊച്ചു ചരിത്രമാണ്. ഒരു കാർ ആക്സിഡന്റിൽ അകപ്പെട്ട് അസ്ഥികൾ പല കഷണമായി ഒടിഞ്ഞ് ഇൻഡസ്റ്റൈൻ 32 കഷണമായി മുറിഞ്ഞുപോയ ഒരു മനുഷ്യൻ മയങ്ങിക്കിടക്കുമ്പോൾ, അബോധാവസ്ഥയിൽ ഡീപ് കോമയിൽ കിടക്കുമ്പോൾ ചൗ അടുത്തി എന്ന് പറയുന്ന വാചകമാണ്, ഐ ഹാവിൻ കം ഫോർ എ ബറിയൽ, ഐ ഹാവ് കം ഫോർ എ ഹീലിംഗ്. ഞാൻ വന്നതൊരു ശവമടക്കനല്ല, ഞാൻ വന്നത് നിന്നെ സൗഖ്യമാക്കാൻ വേണ്ടിയാ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, യേശു അടുത്തു വരുന്നത് കൂടെ ചാകാനല്ല. ഹല്ലേലൂയ. യേശു അടുത്തു വരുന്നത് കൂടെ ദുഃഖിക്കുവാനല്ല. യേശു അടുത്തു വരുന്നത് മടങ്ങി വരിക എന്ന് പറയേണ്ടതിനാ. The very final say അവർ പറഞ്ഞു കഴിഞ്ഞു. കല്ലുരുട്ടി വെച്ചു. 4 ദിവസം കഴിഞ്ഞ് യേശു എത്തി. ഗ്രാമത്തിന്റെ വെളിയിൽ നിന്നുകൊണ്ട് ഒരാളിന് അറിവ് കിട്ടി. സഹോദരിമാരിൽ ഒരാളിന് അറിവ് കിട്ടി, യേശു വന്നിട്ടുണ്ട്. അവൾ യേശുവിന്റെ അടുക്കലെത്തി ഒത്തിരി പരിഭവം പറഞ്ഞു. അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിക്കുമെന്ന് എനിക്കറിയാം. അറിയാൻ കർത്താവേ, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ അത് ഇപ്പോഴെങ്ങുമല്ല, വരാനൊരു കാലത്ത് ഉയർക്കുമെന്നറിയാം. മോനെ, എനിക്കതല്ല വേണ്ടത്. ഇന്ന് ഞാൻ ഉയർപ്പിക്കാൻ വേണ്ടി വന്നതാ, എന്നിട്ട് യേശു ഗ്രാമത്തിൽ കയറാതെ അവിടെ നിൽക്കുകയാ, മാർത്ത കൂടെ വരുവാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലത് ചെയ്യാതെ യേശു കാത്തു നിൽക്കുക കേട്ടോ. യേശു ഗ്രാമത്തിന്റെ പടിക്കൽ നിപ്പുണ്ട്, അകത്തോട്ട് ചവിട്ടിയിട്ടില്ല. കൂടെ കാല് ചവിട്ടേണ്ട ചിലർ കയറി വരാൻ വേണ്ടി യേശു വെയിറ്റ് ചെയ്യുക. ചിലതിനെ സൗഖ്യമാക്കിയിട്ടില്ല, ചിലതിനെ തൊട്ടിട്ടില്ല, അടുത്ത് ചിലതൂടെ വരുവാൻ വേണ്ടി തമ്പുരാൻ കാത്തു നിൽക്കുകയാണ്. തൻ ഗ്രാമത്തിന്റെ വെളിയിൽ നിൽക്കുകയാണ്. മാർത്തയും മറിയയും രണ്ടുപേരും ഒരുമിച്ച് വന്നതോടെ യേശു ഒരു ചോദ്യം ചോദിച്ചു, അവനെ വെച്ചതെവിടെ? ദൈവം ചിലപ്പോൾ ചില റിയാക്ഷനുകൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കും, ചില റെസ്പോൺസുകൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കും. ഇവിടെ പറഞ്ഞ റെസ്പോൺസുകൾ മിക്കവാറും എല്ലാം അബദ്ധമാണ് പറഞ്ഞത്. എല്ലാം അബദ്ധമാണ് പറഞ്ഞത്. അബദ്ധം പോലും സുബദ്ധം പോലും നമ്മുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന യേശു. പക്ഷെ അബദ്ധങ്ങളുടെ നടുവിലല്ല താൻ ക്രിയ ചെയ്യുന്നത്, അതിനെ സുബദ്ധമാക്കി മാറ്റിയ ശേഷമാണ് യേശു ക്രിയ ചെയ്യുന്നത്. ആദ്യത്തെ പ്രതികരണം, അവന്റെ കൂടെ ചാകാൻ നമുക്കും പോകാം. ഫസ്റ്റ് പ്രതികരണം, പുള്ളിക്ക് സുഖമായി, അതുകൊണ്ടല്ലേ ഉറങ്ങുന്നത്. രണ്ടാമത്തെ പ്രതികരണം, അവന്റെ കൂടെ ചാകാൻ നമുക്കും പോകാം. ഇത് രണ്ടും മണ്ടത്തരമാണ്. ഇതിനപ്പുറത്താണ് മറിയ വന്ന് യേശു പറഞ്ഞത്, എനിക്കാണെങ്കിൽ ഭയങ്കര വിശ്വാസമാ ഒടുക്കത്തെ നാൾ ഉയർപ്പിക്കുമെന്ന്. യേശു പറഞ്ഞ, ആ വിശ്വാസം കൊണ്ട് ഇത് ശരിയാകില്ല. ഇവിടെ വിശ്വസിക്കേണ്ടത് വേറൊന്നാ.
മറ്റേത് നിന്റെ അറിവാ. ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ എഴുന്നേൽക്കുമെന്ന് നിന്റെ അറിവാ. നീ തിരിച്ചൊന്നറിയുക, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കാമോ? അവളുടെ മറുപടി, അയ്യോ ആന്നേ, അങ്ങ് തന്നെ മശീഹ നീ വിശ്വസിക്കുന്നു, പറ. പറഞ്ഞു, ഇനിയും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അപൂർവ സാഹചര്യങ്ങളിൽ ദൈവം ചെയ്ത ഒരു പരമപ്രധാനമായ ശുശ്രൂഷ തൊടുക. ലാസർ വിശ്വസിക്കാൻ നിവൃത്തിയില്ലാതെ ചത്ത് കിടക്കുക. ശിഷ്യന്മാരിൽ ഒരെണ്ണം വിശ്വസിക്കുന്നില്ല. ലാസറിന്റെ സഹോദരിമാരിൽ ആരും വിശ്വസിക്കുന്നില്ല. യഹൂദന്മാർ പറഞ്ഞു, ഇവന് പ്രിയമുണ്ട്, ഇവനും കരയാൻ പോകുക. ആരും വിശ്വസിക്കാത്തപ്പോൾ ആരുടെ വിശ്വാസം ചോദിക്കാതെ വിടുവിപ്പാൻ കഴിയുന്നവൻ ഇന്ന് ചിലതിനെ കൂടെ വിടുവിക്കട്ടെ. അപൂർവ സാഹചര്യങ്ങളിൽ ചിലതിൽ ദൈവാത്മാവ് ഇടപെട്ട ഒരാശയങ്ങളിൽ ഒന്നാത് ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ചർച്ചിൻ്റെ ഈ ലെവലിലേക്കുള്ള വളർച്ച ആരംഭിക്കുന്നതിന് മുന്നമേ പാലസ് ഗ്രൗണ്ട്സിൽ വാടകയ്ക്കെടുത്ത സ്ഥലത്ത് ഷെഡ് കെട്ടി ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ ഒരു ദിവസം പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒന്നാണ്. ആരുടെയും വിശ്വാസം ചോദിക്കാതെ ചിലയിടങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കും തൻ്റെ അധികാരം വെളിപ്പെടുത്തുവാൻ. ഗലീലക്കടലിനെ കാറ്റിനെ ശാസിച്ചപ്പോൾ കാറ്റും വിശ്വസിച്ചില്ല, കടലും വിശ്വസിച്ചില്ല, ശിഷ്യന്മാരിൽ ഒരുത്തൻ വിശ്വസിച്ചില്ല. ആരുടെയും വിശ്വാസം വേണ്ട, അധികാരമുള്ളവൻ. കാര്യം വിശ്വസിച്ച് ചെയ്യുന്ന പലതുണ്ട്, നമുക്ക് അതാ വേണ്ടത്. പക്ഷേ അതിനപ്പുറത്ത് യേശു എന്ന് പറഞ്ഞു, ഞാനാ പുനരുത്ഥാനം, ഞാനാ ജീവൻ, ഞാൻ ജീവൻ തരുന്നവനാണ്, അതിനപ്പുറം ഞാൻ ജീവനാ. പുനരുത്ഥാനം തരുവാൻ കഴിയുന്നവനാണ്, അതിനപ്പുറത്ത് ഞാൻ തന്നെയാണ് പുനരുത്ഥാനം, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. ഓൾറൈറ്റ്, 39-ാമത്തെ വാക്യത്തിൽ കല്ല് നീക്കുക എന്ന് യേശു പറഞ്ഞു. ഹി ഡിമാൻഡഡ് ആൻ ആക്ഷൻ. 39-ാം വാക്യം, കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. നിക്കട്ടെ, ഞാൻ ആ ഭാഗം തൊട്ടതാ. അവരുടെ അവിശ്വാസമൊക്കെ ഇവർ പ്രകടിപ്പിച്ചു. പക്ഷെ യേശുവിനൊരു കാര്യം വേണം. ഹി നീഡ് എ റിയാക്ഷൻ. ഹി ഡിമാൻഡ് ആൻ ആക്ഷൻ. കല്ല് നീക്ക്. മരിച്ച ലാസറിനെ ജീവനോടെ വെളിയിൽ കൊണ്ടുവരുവാൻ കഴിയുന്നവന്, എംബാം ചെയ്ത ബോഡിയിൽ എടുത്തു കളഞ്ഞ അവയവങ്ങൾ സൃഷ്ടിപ്പാൻ കഴിയുന്നവന് എന്താ ഒരു കല്ല് മാറ്റാൻ കഴിയത്തില്ലേ? കഴിയും. പക്ഷേ he needs some response from us. ഇന്ന് പകൽ നമ്മിൽ നിന്നൊരു റെസ്പോൺസ് യേശു പ്രതീക്ഷിക്കുന്നു. ആരുടെ ജീവിതത്തിലാണ് ഈ നാറുന്ന സാഹചര്യം? കല്ല് നീക്ക്, കല്ല് നീക്ക്. ഇന്ന് പകൽ ഗുരു വന്നിട്ടുണ്ട്. ആ വാക്ക് അതിഭയങ്കരമാകട്ടോ. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. തങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുവാൻ ഗ്രാമത്തിന്റെ വെളിയിൽ ഗുരു നിൽക്കയാ. വാ, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. നീ ചെല്ലാതെ അത് നടക്കയില്ല. വിശ്വാസത്തിൽ ബലഹീനരെ, മുഴങ്കാലുകൾ തളർന്നവരെ ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തുവാൻ കഴിവുള്ള ഒരുവൻ വന്ന് നിപ്പുണ്ട്. വാ, നീ വന്നെങ്കിൽ മാത്രമേ ഗുരു ഗ്രാമത്തിൽ കയറുകയുള്ളൂ. നിങ്ങളുടെ പ്രശ്നം പരിഹരിപ്പാൻ ഇന്ന് പകൽ യേശു വന്ന് നിൽക്കുകയാണ്. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പടിവാതിൽക്കൽ നിൽക്കുന്നവനെ അകത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ മാർത്തയെ, മറിയയെ, നിങ്ങൾ രണ്ടുപേരും വന്നേലേ മതിയാകൂ. വരൂ, യേശു അകത്തേക്ക് വരട്ടെ. അവനെ വെച്ചതെവിടെ? ഒരു ഗുഹ കൊണ്ട് കാണിച്ചു കൊടുത്തു. ചിലതിനെ കാണിച്ചു കൊടുക്കേണ്ടതായി വരും. എനിക്ക് തോന്നുന്നത് ഏറ്റവും ശക്തമായി ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ളതിൽ ഒരു വാക്യമാണ്. പലപ്പോഴും ചിലപ്പോഴൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള താണുപോയ ഇരുമ്പ് വെള്ളത്തിൽ പൊങ്ങി നീന്തി എന്ന വാക്ക്. അവിടെ എലീശാ പ്രവാചകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അത് പോയത് എവിടെ? കാണിച്ചതാ. നിനക്കറിയാം, എനിക്കും അറിയാം പരാജയം എവിടെയാണെന്ന്. അത് കാണിച്ചതാ എങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പദം ഒന്നുകൂടെ ആവർത്തിക്കാം. ഇരുമ്പ് വെള്ളത്തിൽ വീണെന്നും താണുപോയെന്നും പൊങ്ങി വന്നെന്നും ഒക്കെ എനിക്കറിയായിരുന്നു. ഞാൻ മലയാള വേദപുസ്തകമാണ് സാധാരണ വായിക്കുന്നത്. എളുപ്പം ഒന്ന് കണ്ടുപിടിക്കാൻ ഞാൻ കമ്പ്യൂട്ടർ ബൈബിളിനകത്ത് ദി അയൺ ഫ്ലോട്ട് എന്ന് തപ്പി നോക്കി. മറുപടി കിട്ടിയത് ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമില്ലെന്ന്. ഉണ്ടെന്ന് എനിക്കറിയാം. ഇനിയും ബൈബിളിനെ തോപ്പിച്ചേ പറ്റുള്ളൂ. കാര്യം അത് പറഞ്ഞത് കമ്പ്യൂട്ടർ ബൈബിൾ പറഞ്ഞത് ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമില്ല. ദി അയൺ ഫ്ലോട്ട് എന്നൊരു വാക്യം ബൈബിളിലില്ല. പിന്നെ ഞാൻ തന്നെ തപ്പി മലയാളം ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ചു, ഇരുമ്പ് പൊങ്ങി വന്നു. ഇനി ഇതെന്താ എന്തുകൊണ്ടാണ് ഇത് ഇല്ലെന്ന് പറഞ്ഞത്? ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെ അല്ലയോ എന്ന് നോക്കിയപ്പോഴാണ് ദി അയൺ സ്വിം. താണുപോയ ഇരുമ്പ് നീന്താൻ തുടങ്ങി. പുള്ളി പൊങ്ങി വന്ന് നീന്താൻ തുടങ്ങി. അപ്പോഴാ പ്രവാചകൻ പറഞ്ഞ, പോകുന്നതിന് മുമ്പേ കൈ നീട്ടി പിടിച്ചോ. നിന്റെ നന്മ നീന്തി പോകുന്നതിന് മുമ്പേ കൈ നീട്ടി പിടിച്ചോ. പ്രവാചക, ഒരു കമ്പ് വെട്ടി എറിയുന്ന സമയം താണുപോയ ഇരുമ്പിനെ നദിയിലെ വെള്ളത്തിൽ പൊങ്ങുമാറാക്കുവാൻ കഴിഞ്ഞ ദൈവത്തിന് പ്രവാചകനായ നിന്നെ ഉപയോഗിച്ച്
എവിടെയാണ് വീണുപോയതെന്ന് കണ്ടുപിടിക്കാൻ കഴിയുകയില്ലയോ? കണ്ടുപിടിക്കാൻ കഴിയും, പക്ഷേ ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, കയ്യേൽ പുണ്ണു വന്നാൽ അതിന് കണ്ണാടിയുടെ മുഖത്ത് പുണ്ണു വന്നാൽ കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കണം. കയ്യേൽ പുണ്ണു വന്നാൽ കണ്ണാടിയുടെ മുമ്പിൽ നോക്കണ്ട, നേരെ അറിയാം. ദാവീദിന്റെ ഭാഷയിൽ എൻ്റെ അകൃത്യം എനിക്കറിയാം, എൻ്റെ കുറ്റം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. എവിടെയാ പോയതെന്ന് പലർക്കും അറിയാം. ഇന്ന് പകൽക്കാലം കാണിച്ചോട്, എവിടെയാ പോയത്, കല്ലറ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ദൈവത്തിന് അറിയാമയ്യാഞ്ഞിട്ടല്ല, കൊണ്ടുവച്ചവരെന്ന് പറ, അവനെ വെച്ചതെവിടെ പറ. ഇന്ന് പകൽ ഒരു ക്രിയ നടക്കാൻ പോകുകയാ. താണുപോയ ഇരുമ്പ് വീണുപോയത് എവിടെയെന്ന് പറ. ഇന്ന് പകൽ ഇത് പൊങ്ങിയൊന്ന് നീന്താൻ പോകുകയാ. നീന്തുമ്പോൾ കൈ നീട്ടി പിടിക്കുവാൻ ചിലർ തയ്യാറായിക്കോ. ഞാൻ പദം ഒന്നുകൂടെ ഒരു ദൈവദാസൻ എന്ന പദവിയിൽ നിന്ന് ആവർത്തിക്കട്ടെ. ദൈവം എന്നെ ഏൽപ്പിച്ച ആത്മീക അധികാരത്തിൽ നിന്നുകൊണ്ട് ഒരു കർത്താവിന്റെ ദാസൻ എന്ന പദവിയിൽ യേശു എന്നെ അയച്ചു എന്ന ധൈര്യത്തിൽ യേശുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഈ പകൽ ചില താണുപോയ ഇരുമ്പുകൾ പൊങ്ങും. പോകുന്നതിന് മുമ്പേ കൈ നീട്ടി പിടിച്ചോ, അത് ഇന്ന് തന്നെ പിടിച്ചിരിക്കണം. ഇന്ന് പകൽ ചിലത് പൊങ്ങിയിരിക്കും, പൊങ്ങിയിരിക്കും, പൊങ്ങിയിരിക്കും. ഹല്ലേലൂയ. പ്രവാചകന്റെ ചോദ്യം, വീണതെവിടെ പറ. അവൻ കാണിച്ചു കൊടുത്തവൻ അവിടെ വീണത് താനൊരു കമ്പ് വെട്ടി അവിടേക്ക് എറിഞ്ഞു. ഇരുമ്പ് പൊങ്ങുവാൻ ഒരു കമ്പിന്റെ ആവശ്യമില്ല, പക്ഷെ ദൈവം ചില ക്രിയകൾ ഡിമാൻഡ് ചെയ്യുന്നു. ഹല്ലേലൂയ. കല്ലുരുട്ടാതെ വണ്ണം പുറത്തു കൊണ്ടുവരുവാൻ കഴിയും, പക്ഷെ താൻ ചില ക്രിയകൾ ഡിമാൻഡ് ചെയ്യുന്നു. ഖാനാവിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവാൻ കഴിയുന്നവന് ചില പ്രീ കണ്ടീഷൻസ് ഉണ്ട്. ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്ക്. ഇന്ന് പകൽ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ചെയ്തു കഴിയുമ്പോൾ, അങ്ങനെ കൽപ്പനയ്ക്ക് ചെയ്തു കഴിയുമ്പോൾ, ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടാതെ വന്ന സാഹചര്യത്തിൽ രാവിലെ യേശു എന്ന് വെച്ച് ഒന്നും കിട്ടിയില്ലെന്ന് വെച്ചില്ലെന്ന് പറഞ്ഞു. I require an action from you. നീ ആ വല പടകിന്റെ വലത്ത് ഭാഗത്തോട്ടിട്. ആ ആക്ഷനെ തുടർന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കരം കൊടുക്കാൻ കാശില്ലാതെ നിന്ന് പത്രോസിനെ വിളിച്ചേച്ച് പറഞ്ഞു, ചൂണ്ടയും കൊണ്ടുപോകും, ഞാൻ ഒരു ആക്ഷൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൽപ്പനയുടെ മുമ്പിൽ ഒരു ആക്ഷൻ ഏറ്റെടുക്കുവാൻ ചിലർ തയ്യാറാകുമോ? ഇറ്റ് കുഡ് ബി പ്രൊഫറ്റിക്കൽ ആക്ട്. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഒരു ചവിട്ടി ചവിട്ടുകയായിരിക്കും. പിശാചൻ നിന്റെ തലയ്ക്കാണ് ഞാൻ ചവിട്ടുന്നത്, എന്റെ പ്രശ്നമേ നിന്റെ തലയ്ക്കാണ് ഞാൻ ചവിട്ടുന്നത്. ഞാൻ ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ പ്രൊഫറ്റിക്കൽ ആക്ട് നടന്നിട്ടുണ്ട്. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറന്നു വരിക എന്ന് പറഞ്ഞ് മുമ്പിൽ ആരും ഇല്ലാഞ്ഞ സാഹചര്യത്തിൽ തൊഴിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കതക് തുറന്നു. ദൈവത്തിന് സ്തോത്രം. കതകുകൾ തുറന്നു, വാതിലുകൾ തുറന്നു, അടഞ്ഞു കിടന്നത് തുറന്നു വന്നു. ഇന്ന് പകൽക്കാലം ഒരു പ്രൊഫറ്റിക്കൽ ആക്ടിന് തയ്യാറായിക്കൂ. അത് ഹൃദയം കൊണ്ടാകാം, അത് ശരീരം കൊണ്ടാകാം. വീണത് കാണിച്ചതാ, കല്ലുരുട്ടി മാറ്റ്, കല്ലുരുട്ടി മാറ്റ്, കല്ലുരുട്ടി മാറ്റി. അകത്തിന്റെ അകത്ത് നാറുന്ന ശവമുണ്ടെന്നറിയാം, പക്ഷെ യേശു ശവത്തെ നോക്കാതെ സ്വർഗത്തിലേക്കൊരു നോട്ടം നോക്കി. ഇന്ന് പകൽ പ്രശ്നം അവിടെ ഉണ്ട്, നോട്ടം ദൈവത്തിലേക്കാകട്ടെ. ഇന്ന് പകൽ പ്രശ്നത്തെ നോക്കരുത്, അത് മാറത്തില്ല. പകരം മാറ്റുവാൻ കഴിയുന്നവന്റെക്ക് കണ്ണുകളൊന്ന് ഉയർത്തുവാൻ ഇന്ന് പകൽ ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തട്ടെ. ആ ഉയർന്ന കണ്ണിലൂടെ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ തന്റെ മിഷന്റെ പർപ്പസ് എന്തെന്ന് യേശു വിളിച്ചു പറഞ്ഞു. പിതാവേ, ഞാൻ ഈ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്ത്? എനിക്ക് വലുതാകാനല്ല. ഇന്നലെ ഒരു കർത്താവിന്റെ ദാസൻ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഒരു പദം പറഞ്ഞത് എന്നെ ഒത്തിരി കൂടെ ടച്ച് ചെയ്തു. ഇതിനുമുമ്പ് എത്ര പ്രാവശ്യം വായിച്ചതാ, കേട്ടതാ, പക്ഷെ കഴിഞ്ഞ രാത്രിയിൽ എന്നെ ഒന്നുകൂടെ ടച്ച് ചെയ്തു. ഫാദർ ബർക്ക്മാൻ ഇന്നലെ ശിവാജി നഗറിൽ ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ ഞായറാഴ്ച അനൗൺസ് ചെയ്തു, ഞാൻ പോകാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു. ഇന്നലെ പോയിരുന്നു. ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, രക്തസ്രവക്കാരത്തി സ്ത്രീ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലോട്ടു. ശക്തി പുറപ്പെട്ടത് യേശു അറിഞ്ഞു. ആ ശക്തിയാ സൗഖ്യമാക്കുന്നത്. എന്നിട്ട് തിരിഞ്ഞൊരു ചോദ്യം ചോദിച്ചു, ആരാ തൊട്ടത്? ആ സ്ത്രീ പറഞ്ഞു, ഞാനാ തൊട്ടത്. യേശുവിൻ്റെ മറുപടി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. ശക്തിയാ സൗഖ്യമാക്കിയെന്ന് ഉറപ്പാണല്ലോ. തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശുവിന് നന്നായി അറിയാമല്ലോ. പിന്നെ എന്നാ പറഞ്ഞത്? നിന്റെ വിശ്വാസമാണെന്ന്. അദ്ദേഹം പറഞ്ഞ ആശയം ഇതാ, ശക്തി എപ്പോഴും തൻ്റെ വട്ടമുണ്ട്. ആർക്കൊക്കെ വിശ്വാസമുണ്ട് അവനിലോട്ട് ഇത് കയറത്തുള്ളൂ. ആർക്കൊക്കെ വിശ്വാസമുണ്ട് അവനിലോട്ട് ഇത് കയറത്തുള്ളൂ. ശക്തി സദാസമയവുമുണ്ട്. മാത്രമല്ല യേശുവിൻ്റെ പ്രത്യേകത വിശ്വാസത്തെ അപ്രീഷിയേറ്റ് ചെയ്യും. തന്നിൽ ശക്തിയുണ്ടെന്ന് സ്വയം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ദ പർപ്പസ് ഓഫ് ദ മിഷൻ, കർത്താവേ, ഇവർ വിശ്വസിക്കാനിടയാകും. ഇവർ വിശ്വസിക്കേണ്ടതിന്. കാര്യം ഈ ശിഷ്യന്മാർ, ഞാൻ പിന്നെ അങ്ങോട്ട് വരും, ഈ ശിഷ്യന്മാർ നാളെ മരിച്ചവരെ ഉയർപ്പിക്കേണ്ടതാ. അവരുടെ മുമ്പിൽ വെച്ച് ഞാനിത് ചെയ്തെങ്കിൽ മാത്രമേ അവരിലേക്ക് വിശ്വാസം പകരത്തുള്ളൂ. ഇന്ന് പകൽ ചിലതിനെ കർത്താവ് സൗഖ്യമാക്കാൻ പോകുകയാ. ഇന്റർനെറ്റിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, ലോകത്തിന്റെ വിവിധ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്നവർ, അവിടെയും ഇവിടെയും സൗഖ്യം ആവശ്യമുള്ളവർ, ഇന്ന് പകൽ സൗഖ്യമാകുവാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാ.
അതിനപ്പുറത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിയുള്ളവരെ ഇന്നിവിടെ സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടുകൊള്ളുക. നാളെ ഒരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് ആവശ്യമായി വരുമ്പോൾ ഈ ശക്തി നിങ്ങൾ വ്യാപരിക്കട്ടെ, ഈ വിശ്വാസം വ്യാപരിക്കട്ടെ. ദൈവം അത് ചെയ്യേണ്ടതിന് യേശു തന്റെ ശിഷ്യന്മാരെ ഉദ്ദേശിച്ച് പിതാവിന്റെ തിരുമുഖത്തേക്ക് നോക്കി പറഞ്ഞു, പിതാവേ, എന്റെ ചുറ്റും നിൽക്കുന്ന ഈ 12 വിശ്വസിക്കേണ്ടതിന്, ഹല്ലേലൂയ, ഈ 12 ഇവർ വിശ്വസിക്കേണ്ടതിന്, ഈ മാർത്ത വിശ്വസിക്കേണ്ടതിന്, ഈ മറിയ വിശ്വസിക്കേണ്ടതിന്, ഈ യഹൂദന്മാർ വിശ്വസിക്കേണ്ടതിന് ഇപ്പോൾ അവരുടെ നിമിത്തം ഞാൻ അപേക്ഷിക്കുന്നു. He felt an authority. He expected the authority and he received the authority. He felt the authority. നേരെ ലാസറിന്റെ ശവക്കല്ലറിലോട്ട് നോക്കി. ഒരൊറ്റ വിളിയാ, ലാസറേ പുറത്തു വരിക. തേണ്ടതിക്കുന്നു മരിച്ചവൻ പുറത്ത്. ഞാനാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കോടതി തിരിച്ചു വരട്ടെ, അത് തിരിച്ചു വരട്ടെ, ഇത് തിരിച്ചു വരട്ടെ, തൊക്ക് നേരെയാകട്ടെ, കീറിയതൊന്നും ആരും കാണരുത്, ബ്ലീഡിങ് ഉണ്ടാകരുത്. ഇതൊന്നും തമ്പുരാന് വിഷയമല്ല. തന്റെ ഒരൊറ്റ വാക്കിനകത്ത് വെച്ചിരിക്കുന്ന പവർ, ഇന്ന് പകല പവർ പാക്ട് വാക്ക്, ഹല്ലേലൂയ, ഉളവാകട്ടെ എന്ന ഒറ്റ ശക്തിയെ ബിഗ് ബാങ് ആക്കി മാറ്റിക്കൊണ്ട് പ്രപഞ്ചത്തിന് രൂപം കൊടുത്തവൻ ഇന്ന് പകൽ തകർന്നു കിടക്കുന്ന ചില പ്രശ്നങ്ങളെ നോക്കി പറയുകയോ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. സൗദിയിൽ നിന്ന് 1-2 പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വെളിപ്പാടൊന്നും പറയല്ല. സൗദിയിൽ നിന്ന് 1-2 പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹാർവസ്റ്റിലൂടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ഒരു രോഗശാന്തി നടക്കണം. യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി അവിടേക്ക് പോകട്ടെ. ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ വ്യത്യസ്ത ആശുപത്രികളിൽ, വ്യത്യസ്ത ഇടങ്ങളിൽ ശ്രദ്ധിക്കുന്നവരിലേക്ക് ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് വ്യാപരിക്കട്ടെ. വെബ്സൈറ്റുകളിലൂടെ, വേരിയസ് മീഡിയാസ്, വ്യത്യസ്ത ചാനലുകളിലൂടെ ഇന്ന് പകൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന ചിലരിലേക്ക് ഈ ശക്തി വ്യാപരിക്കട്ടെ. ബേഥേലിന്റെ തണലിൽ, ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്ത്, ഈ ഷെഡിനകത്ത് ഇന്ന് വന്ന് പ്രതീക്ഷയോടെ ഉപവിഷ്ടവരായവരുടെ മേൽ അധികമായി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരത്തിൽ ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. കാര്യം തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവിനെ എന്നോടും നിങ്ങളോടും കൂടെ അയക്കേണ്ടതിന് അയച്ചു തന്നത് എന്തിനാണ്? അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വീര്യപ്രവൃത്തികൾ കൊണ്ടും തന്റെ വചനത്തെ ഉറപ്പിക്കുവാൻ ആത്മാവിനെ ആക്കിയവനായ യേശു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചില വിടുതലുകൾ നടക്കട്ടെ. നാറ്റം വെച്ച കേസസ് യേശുവിന്റെ നാമത്തിൽ നേരെയായി മടങ്ങി വരാം. ഹല്ലേലൂയ. അഭിമാനത്തെ ചോദ്യം ചെയ്ത ഇടങ്ങളിൽ വീഞ്ഞിന്റെ പകർച്ച യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. സമയം നഷ്ടമായതിനാൽ എല്ലാം കളഞ്ഞു കുളിച്ചെന്ന് പറഞ്ഞ ജലത്തിന്റെ മേൽ ഇന്ന് പകൽ ദൈവശക്തിയുടെ വ്യാപാരം അത് ഇറങ്ങി വരട്ടെ. യേശു ഇവരെല്ലാം കൂടെ അവരുടെ ഫൈനൽ സേ കല്ലുരുട്ടി കൊണ്ടുവച്ചു. യേശു അവിടെ ചെന്ന് ആദ്യം പറഞ്ഞത് അതെടുത്ത് മാറ്റി. ബിഷപ്പ് ടി.ഡി. ഒരിക്കൽ പറഞ്ഞ വാചകം ഞാൻ ഇവിടെ ആവർത്തിച്ചു. For you have no right for the final say that belongs to my God. ആ ഒടുവിലത്തെ വാക്ക് പറയാൻ ലോകമേ നിനക്ക് റൈറ്റ് ഇല്ല, നിനക്ക് റൈറ്റ് ഇല്ല, അതെന്റെ പിതാവിന്റെ വകയാ. കല്ലുരുട്ടി വെക്കാൻ നിനക്ക് റൈറ്റ് ഇല്ല. അതുകൊണ്ട് നീ ചെയ്തതിനെ undo what you have done. നീ പറഞ്ഞതിനെ അന്തിമ വാക്കിനെ ഞാനിതാ ക്യാൻസൽ ചെയ്യുന്നു. ഉരുട്ടി മാറ്റടാ കല്ല്. വെളിയിൽ വരേണ്ടവൻ വെളിയിൽ വരട്ടെ. ഇന്ന് എന്നിൽ നിന്നൊരു ആക്ഷൻ പ്രതീക്ഷിക്കുന്ന ആക്ഷൻ, ഞാനെടുത്ത അന്തിമ തീരുമാനം ഇതിന് നന്നാകത്തില്ല, ഇവിടം കൊണ്ട് തീർന്നു. ഫയലുകൾ ക്ലോസ് ചെയ്ത് കെട്ടിമാറ്റിയ കേസസ്, സിപ്പ് മുറുക്കി മാറ്റിവെച്ചിരിക്കുന്ന കേസസ് യേശുവിന്റെ നാമത്തിൽ തിരികെ ഓപ്പൺ ചെയ്യ. സംഗതികൾ നടക്കട്ടെ. അസംഭവ്യം, അസാധ്യമെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിമുറുക്കി മാറ്റിയ ചില കല്ലുകൾ യേശുവിന്റെ നാമത്തിൽ എടുത്തു മാറ്റ. ഇന്ന് പകലത് പുറത്തു വരട്ടെ, ഇന്ന് പകലത് പുറത്തു വരട്ടെ. ഇനി സൗഖ്യമാകുകയില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന ചിലത് ഇന്ന് സൗഖ്യമാകട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഞാൻ ഇനി അടുത്ത ഒരു അധ്യായത്തിലേക്ക് വേഗത്തിൽ പോകുക 10 മിനിറ്റ് കൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28:18. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ ആദ്യ ഭാഗം മാത്രമേ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. യേശു അടുത്തു ചെന്നു. ഉയർത്തെഴുന്നേറ്റ യേശു, തേജസ്കരിക്കപ്പെട്ട യേശു, കഴിഞ്ഞ 40 ദിവസം ശിഷ്യന്മാരോടുകൂടെ നടന്നവനായ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുന്നമേ ശിഷ്യന്മാരോട് ഒന്ന് അടുത്തു ചെന്നു. അടുത്ത് എന്ന് വെച്ചാൽ ഗ്രേറ്റ് കമ്മീഷൻ,
ആ വാചകങ്ങളെ ദ ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് വിളിക്കുന്നത്. അടുത്ത് എന്നേച്ചു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എൻ്റെ അധികാരത്തിൻ്റെ കീഴിൽപ്പെടാത്തതൊന്നുമില്ല. ഇന്ന് പകൽ ഞാൻ ഈ പ്രശ്നമെന്ന് കരുതുന്നത് എൻ്റെ ത്വക്ക് രോഗം അല്ലേ, എൻ്റെ മാരക രോഗം അല്ലേ, എൻ്റെ ജീവിതത്തിൽ വിടുതലില്ലെന്ന് കണ്ട കേസ് അല്ലേ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം. ഭൂമിയിലെ അധികാരത്തൊക്കെ ഇതുവരെയും തൊട്ടത് രോഗം, ദുഃഖം, മരണം. ആദ്യം പറഞ്ഞ ഏതാ? സ്വർഗത്തിൽ, സ്വർലോകങ്ങളുടെ ശക്തികളുടെ മേൽ എനിക്ക് അധികാരം. ഒരു പിശാചിനും ഒന്നും ചെയ്യാനില്ല, ഒരു പിശാചിനും ഒന്നും ചെയ്യാനില്ല. കർത്താവിന്റെ കാനമച്ചൻ ഒരിക്കൽ പറഞ്ഞ വാദവും ഞാൻ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചു. താനൊരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ബോട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു വശത്ത് താനിരുന്നു. തന്നെ പരിചയമുള്ള പലരും അച്ഛനെ അടുത്ത് കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഓടിയെത്തി. അതേ ബോട്ടിൻ്റെ മറുവശത്ത് അല്ലെങ്കിൽ മറ്റേ തലയ്ക്കൽ കേരളത്തിലെ അറിയപ്പെട്ട പഞ്ചാംഗം എഴുത്തുകാരിൽ ഒരാൾ, നാളുനോട്ടം, നക്ഷത്രനോട്ടം മുതലായത് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ അടുത്ത് കാണാൻ തന്നെ അറിയാവുന്ന ഒത്തിരി പേർ അങ്ങോട്ട് കൂടി. ചുരുക്കി പറഞ്ഞ ബോട്ടിൻ്റെ രണ്ടെഡ്ജിലേക്ക് ആളുകൾ മാറി, നടുഭാഗം ഏറെക്കുറെ ഒഴിഞ്ഞു. അങ്ങേപ്പുറത്തിരുന്ന ആളിന്, നക്ഷത്രഫലം നോക്കാൻ അറിയാവുന്ന ആളിന്, ഇങ്ങേപ്പുറത്തെ ആൾക്കൂട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആരാന്ന് അറിയണമെന്ന് തോന്നി. ആരോ പറഞ്ഞു അത് ക്രിസ്ത്യാനികളുടെ ഒരു പ്രസംഗകനാ കാനവച്ചൻ. ആ മനുഷ്യൻ എഴുന്നേറ്റ് കാനവച്ചൻ്റെ അടുക്ക വന്നു. എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇത്രയും ആളൊക്കെ നിങ്ങൾക്കുണ്ട്, ഇത്രയും ആരാധകർ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ നിങ്ങളുടെ ഇൻഫ്ലുവൻസിലുണ്ട്, അപ്പം നിങ്ങൾ ആരാന്ന് അറിയാനാ? എൻ്റെ പേര് ഇതാ. അല്ല, നിങ്ങൾ ജനിച്ച ആ ദിവസം ഒന്ന് പറയാമോ? അയക്ക് അതല്ലേ അറിയുള്ളൂ. അച്ഛൻ പറഞ്ഞൊരു മറുപടി, 9 ഗ്രഹങ്ങളെയും ഈ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ വെച്ചാ നിങ്ങൾ ഈ കാര്യങ്ങൾ കണക്ക് കൂട്ടുന്നത്. ഇതൊന്നും നമുക്ക് പിടിക്കുകയില്ല. കാര്യം ഈ 9 ഗ്രഹങ്ങളെ സൃഷ്ടിച്ചത് എൻ്റെ അപ്പനാ. അങ്ങേര് പറയുന്ന പോലെ ഇത് പോകത്തുള്ളൂ. സ്വർഗത്തിലെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. ആഭിചാരകന്മാരെ ശ്രദ്ധിച്ചു കേട്ടു. ദൈവസഭയ്ക്കോ ദൈവജനത്തിനോ വിരോധമായി നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച കഴിഞ്ഞ നാളുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്തു. കാര്യം യേശുവിൻ്റെ കൽപ്പന ഇതാ, സ്വർഗത്തിൽ 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 സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അത്യന്തം മീതെ തന്റെ പുത്രനെ ഇരുത്തി, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലത്തുഭാഗം തിരിക്കായെന്ന് കൽപ്പിച്ച പിതാവ് എന്നെയാണ് അധികാരം ഏൽപ്പിച്ചതെന്ന് അറിഞ്ഞ യേശു പറഞ്ഞു, സ്വർഗത്തിലും എൻ്റെ ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. ആകയാൽ നിങ്ങൾ പുറപ്പെടുക, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. ഇന്ന് പകൽക്കാലം പുറപ്പെടുക എന്ന വാക്ക് ഞാൻ പറയുമ്പോൾ അകത്താരോ കിക്ക് ചെയ്യുന്നത് പോലെ പുറപ്പെടുവാനുള്ള, ഹല്ലേലൂയ, പുറപ്പെടുവാനുള്ള ഒരാജ്ഞ ലഭിച്ചവരുടെ അകത്ത് ഏതോ ചിലത് തിരിച്ചറിയാം. പണ്ട് കാലത്ത് സ്കൂട്ടർ ഓടിച്ചിരുന്ന കാലം, സൂത്രം സ്റ്റാർട്ടാകാൻ പ്രയാസം വരുമ്പോൾ സ്പാർക്കിംഗ് ബൾക്കൊക്കെ ക്ലീൻ ചെയ്ത് നോക്കിയേച്ച് പ്ലഗിങ് അഴിച്ചു മാറ്റിയേച്ച് ആ കിക്കറയിൽ പതുക്കെ ഒന്ന് കിക്ക് ചെയ്ത് ഇതിൻ്റെ സ്പാർക്ക് വരുന്നുണ്ടോ നോക്കും. തീരെ ലൈറ്റായിട്ട് തൊട്ടാൽ സ്പാർക്ക് വരും. സ്പാർക്ക് വരേണ്ട വയറെടുത്ത് സ്കൂട്ടറിൻ്റെ ബോഡിയിൽ എവിടെയെങ്കിലും അടുത്ത് പിടിച്ചുകൊണ്ട് പതുക്കെ ഒന്ന് കിക്ക് ചെയ്യുമ്പോൾ അതിൽ പറയുന്നതൊക്കെ ഭയങ്കര അർത്ഥവത്താ. ഇതിനകത്ത് ഇന്ന് പകൽ ചിലർ അനുഭവിക്കുക, ഇന്ന് പകൽ ചിലർ അനുഭവിക്കുക. പതുക്കെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ടക്ക് 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 സ്പാർക്ക് വരുന്നത് കാണാം. ഇന്ന് പകൽ ഒരു ശക്തി വ്യാപരിക്കുന്നതിനാൽ ഈ വിളിയുള്ള ചിലരുടെ അകത്തും തീർന്നില്ല, ചിലരുടെ പുറത്തും തിരിച്ചറിയും. ചിലരുടെ അകത്തും ചിലരുടെ പുറത്തും ഇന്ന് സ്പാർക്ക് അടിക്കും. യേശു ഇങ്ങോട്ട് വിളിച്ചേച്ച് പറഞ്ഞു, എനിക്ക് അധികാരം തരുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. ഇന്ന് പകൽക്കാലം യേശു പറഞ്ഞയച്ചെങ്കിൽ പിടിച്ചു നിർത്താവുന്നവൻ ഏത് പിശാചാ? സ്വർഗത്തിൽ സകല അധികാരവും എനിക്ക് തടയുവാൻ കഴിയുകയില്ല. പിശാചന്റെ വഴിയടച്ചുവെന്ന് ഇന്ന് പകൽ ഒരാളിന് തോന്നുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ വഴി തുറക്കുവാൻ സഭ ആവശ്യപ്പെടുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിന് നൽകപ്പെട്ടു. താൻ നമ്മെ വിളിച്ചു പറഞ്ഞു, ആകയാൽ പുറപ്പെട്, ആകയാൽ പുറപ്പെട്. ബാക്കി ഭാഗം ഇന്നെടുക്കാൻ ഒക്കത്തില്ല, വിശുദ്ധിയെ കുറിക്കുന്നതാ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്ക വേണം.
ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്ക്. അവരോട് യേശു ഉണ്ടെന്ന് പറഞ്ഞ് വിടാനല്ല പറഞ്ഞത്. ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ അവരെ ഉപദേശിക്കണം. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മുഴുവൻ അവരെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. സകല ജാതികളെയും ക്രിസ്ത്യാനിയാക്കാനല്ല പറഞ്ഞത്, ശിഷ്യന്മാരാക്ക്. ശിഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം പറയുന്ന ഗുരു പറയുന്ന അതുപോലെ ചെയ്യുന്നവനാണ്. അതിനിടയ്ക്ക് ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ഇല്ല, അതിനിടയ്ക്ക് യാതൊരു ദുർബുദ്ധിയുമില്ല, അതിനിടയ്ക്ക് എനിക്ക് അങ്ങനെയല്ല തോന്നുന്നതെന്ന് പറയാൻ റൈറ്റ് ഇല്ല. ലോകത്തിന്റെ അറ്റത്തോളം പോയി സകല ജാതികളെയും ശിഷ്യരാക്ക്, ഞാനോ നിങ്ങളെ അയക്കുന്നത്. ഇന്ന് പകൽക്കാലം ചിലർ ശിഷ്യത്വത്തിലേക്ക് വരുവാൻ യേശുവിന്റെ നാമത്തിൽ അവർക്കെതിരെയുള്ള പിടികൾ പൊട്ടുവാൻ ആവശ്യപ്പെടുന്നു. ചിലരുടെ ശിഷ്യത്വത്തിലേക്ക് ഇറങ്ങട്ടെ. യേശുവിനെ കുറിച്ച് ആക്ട്സ് 10:38 പറയുന്ന, വായിക്കണ്ട, സമയം പോയി അതുകൊണ്ട് വായിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10:38 പറയുന്നത്, അവൻ നന്മ ചെയ്തും ദുരാത്മാക്കൾ ബാധിച്ചവരെ പിശാചിന്റെ പ്രവൃത്തികളിൽ അഴിച്ചുകൊണ്ടും, നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിയും കൊണ്ട് നാടെങ്ങും നടന്ന ചരിത്രം നിങ്ങൾ അറിയുന്നുവല്ലോ. യേശു ചിലതെല്ലാം ചെയ്തു. എന്നിട്ട് യേശു പറയുന്ന ഒരു വാചകം, എന്നിൽ വിശ്വസിക്കുന്നവൻ സകലതും ചെയ്യും, അവനാൽ സകലതും കഴിയും. റോമാലേഖനം 1:4 യേശുവിന്റെ ദൈവത്വത്തെ ഉറപ്പിക്കേണ്ടതിന് തൻ്റെ കല്ലറയെ ഭേദിച്ചുകൊണ്ട് പിതാവ് തന്നെ പുറത്തെടുത്തു. ലാസറിന്റെ കല്ലറയ്ക്കൽ കല്ലുരുട്ടാൻ പറഞ്ഞ ഉടനെ കല്ലുരുട്ടാൻ ആളുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കൽ വിശ്വസിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങ് മശിക ആണെങ്കിലും വിശ്വസിക്കാൻ 2 പെൺപിള്ളേരുണ്ടായിരുന്നു, ലാസറിന്റെ സഹോദരിമാർ. പക്ഷെ യേശുവിന്റെ കല്ലറയ്ക്കലോ മതം അതിനെക്കൊണ്ട് കഴിവുള്ളിടത്തോളം കല്ലറ ഉറപ്പാക്കി. ഗവൺമെന്റ് അതിനെക്കൊണ്ട് കഴിവുള്ളിടത്തോളം മുദ്ര വെച്ച് ഉറപ്പിച്ചു. കായിക ബലത്തിൽ ആയുധമുള്ള പടയാളികൾ കാവലിന് വേണ്ടി നിന്നു. വിശ്വസിക്കുന്നവൻ ഒരുത്തം പോലുമില്ല. ഇസ്രായേലിന്റെ പ്രത്യാശ അവനായിരിക്കുമെന്ന് ഞങ്ങൾ ആശിച്ചു, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നുവെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ ചുറ്റുവട്ടത്തിൽ അലഞ്ഞോടി. ഏറ്റവും അടുത്ത് സ്നേഹിച്ചിരുന്ന സഹോദരിമാർ ശവത്തിന് സുഗന്ധം പൂശുവാൻ സുഗന്ധദ്രവ്യം ഒരുക്കി. ആർ കല്ലുരുട്ടും ഇതിനകത്ത് കല്ലറയ്ക്കകത്തുണ്ടെന്ന് കരുതി. കല്ലു മാറിയെന്ന് കണ്ടപ്പോഴും അമ്മച്ചിമാര് പറഞ്ഞത്, സഹോദരിമാര് പറഞ്ഞത്, അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പൊക്കോളാം, ഇത് ഉയർക്കുമെന്ന് ഞങ്ങൾക്ക് ഉയർക്കത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം. വിശ്വസിക്കുന്ന ഒരുത്തം പോലുമില്ല. സാഹചര്യങ്ങൾ തീർത്തും പ്രതികൂലം. പക്ഷെ പിതാവ് പറഞ്ഞു, എനിക്കാരുടെയും വിശ്വാസം വേണ്ട, എനിക്കാരുടെയും വിശ്വാസം വേണ്ട. മരിച്ചവരിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ്, പ്രൈസ് ദി ലോർഡ്. പിതാവ് പറഞ്ഞു, എഴുന്നേറ്റു വാ. 3-ാം നാൾ കല്ലറയെ ഭേദിച്ച് വെളിയിലേക്ക് എഴുന്നേറ്റു വന്നു. ഇന്ന് പകൽക്കാലം ആ സാഹചര്യമാണ് യേശുവിൻ്റെ ദൈവത്വത്തിന് ഉറപ്പ് കൽപ്പിച്ചത്. അതുകൊണ്ടാണ് റോമർ 1:4 പറഞ്ഞത്, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിൻ്റെ സീലായി അതിന് മുദ്ര വെച്ച് കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. അതായത് സുവിശേഷം 9:23 യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഞാനങ്ങ് മാറുക അവിടുന്ന്, നമ്മുടെ സമയമാകുന്നതുകൊണ്ട്. വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഫിലിപ്പ് ലേഖനം 2:9-10 സകല നാമത്തിനും മീതെയുള്ള നാമം യേശുവിൻ്റെ നാമമാണ്. ഇവിടെ ഭീതിപ്പെടുത്തുന്ന അനേകം നാമങ്ങളുണ്ട്, പേടിപ്പിക്കുന്ന അനേക ശക്തികളുണ്ട്. ഭൂതബാധിതരായ ചിലർ ഞാൻ ഇന്നാരെ അറിയാമോ എന്ന് പറഞ്ഞ് എഴുന്നേക്കുന്നത് കാണാം. സാധാരണ ഞങ്ങൾ ഉപയോഗിക്കുന്ന പദമുണ്ട്, നിന്റെ പേര് വലുതാണെങ്കിലും അതിനേക്കാൾ മീതെ വേറൊരു നാമം, എൻ്റെ മേൽ വിളിക്കപ്പെട്ട നാമം. ആ ബന്ധമില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രോഗത്തിൻ്റെ സകല ശക്തികളെയും അതിജീവിക്കുന്ന വേറൊരു ശക്തി. രോഗത്തിൻ്റെ പേരുകളിൽ പലതിനും ഭീതിയുള്ളതാ. ഇന്ന് നമ്മൾ ലുക്യൂമിയായി അഡ്രസ് ചെയ്യാൻ പോകും. മനസ്സിലായോ? ബ്ലഡ് ക്യാൻസറിനെ അഡ്രസ് ചെയ്യുക, ഇന്ന് ചില ത്വക്ക് രോഗങ്ങളെ അഡ്രസ് ചെയ്യുക, ഇന്ന് ചില മാരക രോഗങ്ങളെ അഡ്രസ് ചെയ്യുക. മാറത്തില്ലെന്ന് പറയുന്ന ചില രോഗങ്ങളോട് നിങ്ങളുടെ പേരുകൾ വലുതാ. കടഭാരം എന്ന് പറയുന്നത് ഒരു തകർന്ന ഭാരമാ. അതിന് ചങ്ങലകൾ വലുതാ. എന്റെ തോളിന്മേൽപ്പെട്ട മുഖങ്ങളാ. ഇന്ന് പകൽക്കാലം മുഖങ്ങളുടെ പേരുകൾ വലുതാ. അതിന്റെ മീതെ വേറൊരു നാമമുണ്ട്. സ്വർഗത്തിൽ ദൂതന്മാരുടെ നടുവിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ, സിംഹാസനങ്ങൾക്ക് മീതെ, സകല കർത്തൃത്വങ്ങൾക്കും മീതെ ഇരുത്തപ്പെട്ട ഒരു നാമം. ഏതാണ് നാമം? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും.
ആ നാമം അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങട്ടെ. എൻ്റെ പുറകിൽ ഒത്തിരി ഉണ്ട്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അവന്റെ ജനത്തെ അവരുടെ അകൃത്യങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുകയാൽ അവൻ യേശു എന്ന് പേർ വിളിക്കണം. ആ പേര് സകല നാമത്തിനും മീതെയുള്ള പേരാ. കാരണം ആധിപത്യം അവന്റെ തോളിലിരിക്കും, അധികാരം അവന്റെ തോളിലിരിക്കും. ഇരിക്കുമെന്ന് പറഞ്ഞത് പഴയ പ്രയോഗമാ. ഇന്ന് പകൽ നമുക്ക് പറയാം, അധികാരം അവന്റെ തോളിൽ ഇരിക്കുന്നു. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്ക് അന്തം വരികയില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള രോഗി സൗഖ്യമായില്ലെങ്കിൽ അവിടെ കൊണ്ട് ആധിപത്യത്തിന്റെ വർധന തീർന്നില്ല, അത് വളരുകയാ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊരു ശവം ഉയർത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇനി ഉയർക്കത്തില്ലെന്നല്ല, അവന്റെ ആധിപത്യത്തിൽ ഞാൻ തുടരുമെങ്കിൽ ആധിപത്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഒരു രഹസ്യം എനിക്ക് വെളിപ്പെട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ പ്രവചന ശുശ്രൂഷ തീർന്നെന്നല്ല, അവന്റെ ആധിപത്യം ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം സഭ വളർന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് ഉണങ്ങിയെന്നല്ല, അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്ക് അന്തമില്ല, അത് വർദ്ധിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പ്രത്യേക ദിവസം, ഈ ഞായറാഴ്ച ഇത് വർദ്ധിക്കട്ടെ. ഫിലിപ്പിയർ 2 ഞാൻ വായിച്ചത്, അവന്റെ നാമം സകല നാമത്തിനും മീതെയാ. ഒറ്റ വാക്യം വായിച്ച് നിർത്താൻ പോകുകയാ. യോഹന്നാൻ 14:12. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. ഇന്ന് പകൽക്കാലം നമ്മിൽ ചിലർക്ക് പറയാമോ, ഞാൻ ചെയ്യാൻ പോകുന്നു. കാര്യം ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. സ്തോത്രം. പോഷ്ക്ക് പറവാൻ അവൻ മനുഷ്യനല്ല. യോബേ, അങ്ങയുടെ ജീവിതത്തിൽ സകലതും പോയി അല്ലേ? മക്കൾ പോയി, വസ്തുവകകൾ പോയി, ഒന്നും പോയില്ല. ഞാൻ പല മടങ്ങ് തിരിച്ചു തരാൻ പോകുകയാണ്. നിരാശ വന്നല്ലേ, ഞാൻ പല മടങ്ങ് തിരിച്ചു തരാൻ പോകുക. തണ്ട് വലിച്ച് കുഴഞ്ഞല്ലേ, ഞാൻ ആരോഗ്യത്തോടെ തിരിച്ചയക്കാൻ പോകുകയാണ്. നിങ്ങൾ തിരമാലകൾ കണ്ട് ഭയം നല്ലയോ? ഈ തിരമാലകളെ അടുപ്പിച്ച ലെഗിയോനെ ഞാൻ ഈ കടലിലേക്ക് തള്ളാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതൊരു നല്ല ആശയമാണ് കേട്ടോ. യേശു ഗന്നസറത്ത് ദേശത്ത് എത്തുന്നതിന് മുന്നമേ കടലിൽ കാറ്റടിപ്പിച്ചത് പിശാചാന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം യേശു ശിഷ്യന്മാരും ഗന്നസറത്ത് ദേശത്ത് എത്തിയാൽ അവിടെ ഒരു ലെഗിയോൻ ബാധിച്ച 6000 ദുർഭൂതങ്ങൾ ഒരുമിച്ച് പിടിച്ച് ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. വസ്ത്രവും ധരിക്കുകയില്ല, മനുഷ്യനോട് മിണ്ടത്തുമില്ല, കല്ലറകൾക്കകത്ത് പോയി ഒളിച്ചു കളിക്കുന്ന ഒരു പുള്ളി അവിടെ കിടപ്പുണ്ട്. അപാര ബലമാ, വിലങ്ങൊക്കെ ഉരുമി ഓടിക്കുന്നവനാ. പക്ഷെ അവനെ കാണാൻ യേശു വയ്യ അങ്ങോട്ട് പോകുക. പിശാചിനറിയാം, ഗലീലക്കടൽ കടന്ന് ഇപ്പുറത്തോട്ട് വന്നാൽ ഞാൻ പോക്ക. അത് വരാതിരിക്കാൻ യേശുവിനും ശിഷ്യന്മാരെയും ഗലീലക്കടലിൽ മുക്കാം. അവൻ ശക്തിയേറിയ കാറ്റടിച്ചു. ആ കാറ്റിനെ യേശു ശാസിച്ചു നിർത്തി, തിരമാലകളെ ചവിട്ടി നിർത്തി. യേശു ഗന്നസറത്ത് ദേശത്തെത്തി. ഭൂതഗ്രസ്തന്റെ അരികിൽ ചെന്നു. അവനിൽ വ്യാപരിച്ചിരുന്ന ദുരാത്മാക്കളോട് പറഞ്ഞു, ഇറങ്ങിപ്പോ. പറഞ്ഞൊരു പദമുണ്ട്, പോകുന്നെങ്കിൽ ഈ പന്നികളിലേക്ക് പോകാൻ അനുവാദം തരണം. കാരണം നിന്നെ മുക്കിക്കൊല്ലാൻ ഒരുങ്ങിയ ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയാതെ വന്നെങ്കിൽ ഞങ്ങൾ സ്വയം മുങ്ങിച്ചത്തേ പറ്റൂ. ദൈവസഭയ്ക്കെതിരെ നിന്ന് മന്ത്രവാദിയെ ശ്രദ്ധിച്ചു കേട്ടു, ആത്മീയനെതിരെ നിന്ന് ആഭിചാരകനെ ശ്രദ്ധിച്ചു കേട്ടു. ഇന്ന് ചിലത് പൊട്ടുന്നതിനാൽ നീ ബന്ധിക്കപ്പെട്ടു. ഹല്ലേലൂയ. ചില നിന്റെ നന്മയെ ചോദ്യം ചെയ്ത ശക്തികൾ അയച്ചവരെ കേട്ടു, നീ തകർന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക രോഗശാന്തി നടക്കട്ടെ. എണ്ണ എടുത്തോണ്ട് ബ്രദറിനോട്ട് കൊടുക്കും. ഇച്ചിരി എണ്ണ എടുത്ത് അദ്ദേഹത്തിന് ഒരു ദൈവിക രോഗസൗഖ്യം നടക്കാൻ പോവാ. ലുക്കീമിക് പേഷ്യൻസ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോരെ. ഞാൻ തുടക്കത്തിലെ പറഞ്ഞതായിരുന്നു, ഒരു ദൈവിക രോഗശാന്തി നടക്കാൻ പോവാ. ഇന്ന് ചിലതിനെ കെട്ടഴിയാൻ പോവാ. വൈദ്യശാസ്ത്രപ്രകാരം ജീവിക്കുവാൻ അനുവാദമില്ലാത്ത ചിലര് ഇന്ന് പകൽ കെട്ടഴിയാൻ പോവാ. ബാധിച്ച ശക്തിയും വ്യാപാരവും ഇന്ന് പകൽ തകർന്നു തീരാൻ പോകുകയാ. ഇന്ന് പകൽ ജീവിതം നശിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട്
ഫയലുകൾ കെട്ടിവെക്കുന്നവർ കാഴ്ച പരിശുദ്ധാത്മാവനെ കാണിക്കുന്നു. Stand up, stand up. You are going to be healed right now. Amen. രോഗശാന്തി അതുപോലെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ അങ്ങോട്ട് നിങ്ങൾക്ക് പാനൊക്കത്തില്ല. രോഗശാന്തി അതുപോലെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഇതൊരു പകർച്ചയും കൂടെ ആകട്ടെ. അവർ ആ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് വന്നു. രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ, അഭിഷേകത്തിന് ഇമ്പാർട്ടേഷന് വേണ്ടി താല്പര്യപ്പെടുന്നവർ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് വന്നു. രോഗസൗഖ്യത്തിന് ഇവിടെ 1-2 പേരുണ്ട്, അവർ പ്രാർത്ഥിച്ചോളും. പത്രോസിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് താൻ 11 പേരോട് കൂടെ എഴുന്നേറ്റ് സുവിശേഷം പറഞ്ഞെന്നാണ്. ഇന്ന് പകൽക്കാലം ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരോട് കൂടെ തന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എഴുന്നേൽക്കുകയാ. ഇവരിലേക്ക് ശക്തിയുടെ അളവറ്റ വലിപ്പം വ്യാപരിക്കുകയും ആ രോഗി WBC count 170 or 30 എത്ര WBC count എത്ര ഒന്ന് ചോദിച്ചു 130 അദ്ദേഹത്തിന് WBC count നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. വൈദ്യശാസ്ത്ര പ്രകാരം പറ്റുന്നതല്ല. ശരീരത്തിന്റെ വൈറ്റ് കോർപ്പസൽസ് 130. ഇന്നലത്തെ ബ്ലഡ് റിപ്പോർട്ടാ. ഇന്ന് പകൽ കർത്താവ് തന്നെ സൗഖ്യമാക്കാൻ സഭ അപേക്ഷിക്കാൻ പോവാ. ഇന്ന് പകൽ കർത്താവ് തന്നെ സൗഖ്യമാക്കാൻ അപേക്ഷിക്കാൻ പോകുകയാണ്. The final say belong to God. മൂടി വെച്ച കല്ലെടുത്തു മാറ്റാൻ. Thank you Jesus. Let the power move. Let the power move. യേശുവിന്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. Hallelujah. യേശുവിന്റെ നാമത്തിൽ ഇന്നൊരു ദൈവിക വിടുതൽ നടക്കട്ടെ. അത് സൗദിയിലേക്ക് വ്യാപരിക്കട്ടെ. അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ അപേക്ഷ കേട്ടതിനായി സ്തോത്രം. ഈ പകൽ രോഗികളുടെ മേൽ ദൈവത്തിന്റെ ശക്തി പകർന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തിയാണ് പുറപ്പെട്ടത്. ഞങ്ങളുടെ വിശ്വാസമാണ് അത് ഞങ്ങളിലേക്ക് അംഗീകരിച്ചു തന്നത്, ഞങ്ങളിലേക്ക് അതിനെ കടത്തിവിട്ടതാകയാൽ വിശ്വസിക്കുവാൻ വരം ലഭിച്ചവരെ ഇനിയും എഴുന്നേൽപ്പിക്കണേ. ഒരു ദൈവപ്രവൃത്തി ഇവിടെ നടക്കട്ടെ. ദയവായി എല്ലാവരും ഇരുന്നാലും ഞങ്ങളുടെ കർത്താവേ, ഇന്ന് പകൽ തിരുവചനം ഞങ്ങളോട് ഇടപെട്ട അങ്ങയുടെ വലിപ്പമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ തിരികെ തരുന്നു. ഇന്ന് പകൽ ഞങ്ങളെ സഹായിക്കണേ. ഇന്ന് പകൽ ദൈവശക്തിയിൽ അങ്ങയുടെ ജനത്തെ കാക്കണേ. ഞാൻ ഇവർക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ അപേക്ഷിക്കുന്ന കർത്താവേ, ഞങ്ങളിൽ അനേകർ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കണം. ദൈവസഭയുടെ അതിർത്തികൾ വളരട്ടെ. അങ്ങയുടെ വാഗ്ദത്തങ്ങൾ ഈ മാസം നിവർത്തിക്കപ്പെടട്ടെ. ഈ മാസം നിവർത്തിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിനെതിരെയുള്ള കല്ലുകൾ എടുത്തു കളയുകയാ. ഹല്ലേലൂയ. വഴികൾ തുറക്കട്ടെ. ജനം വിടുവിക്കപ്പെടട്ടെ. കെട്ടിവെച്ച മാറ്റിക്കളഞ്ഞ ഫയലുകൾ യേശുവിൻ്റെ നാമത്തിൽ തിരികെ തുറക്കുക. അസംഭവ്യമെന്നും അസാധ്യമെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ ചിലത് യേശുവിൻ നാമത്തിൽ തിരികെ പ്രവർത്തിക്കട്ടെ. ശരീര അവയവങ്ങൾ നിർമ്മിക്കപ്പെടട്ടെ. ഇല്ലായ്മയിൽ നിന്ന് ഉളവായി വരട്ടെ. അന്നും ഇന്നും എന്നും യഥാവാനാകയാൽ നന്ദി. മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ.